കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ടും 16 വർഷമായിട്ടും കുട്ടികളില്ലാത്തൊരു സിറ്റുവേഷൻ വരിക? ഒരു കുട്ടി ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം കാരണം പറയുന്നത് ലേഡീസിനെയാണ്. PCOD ഉള്ള ഒരാൾക്ക് ഒരിക്കലും കുട്ടികളാവില്ല എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. 100% അവർക്ക് കുട്ടികളാവാനുള്ള ചാൻസ് ഉണ്ട്. 10 വർഷം 20 വർഷമായിട്ട് ഒരുപാട് വട്ടം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഫെയിലിയറായിട്ട് സ്വന്തം ഇതിൽ ഒരു കുട്ടി ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ. കോൺസാങ്ഗ്യൂനസ് മാരേജ് ആയിരുന്നു, അതായത് സ്വന്തം ബ്ലഡ് തന്നെ മാരേജ് ചെയ്തതാണ്. കൺസീവ് ആകുമ്പോൾ സിംഗിൾ ജീൻ ഡിസോർഡർ എന്ന് പറയും, വികൃതമായിട്ടുള്ള കുട്ടിയാണ് ഉണ്ടാവുന്നത്. ഡോക്ടേഴ്സ് തന്നെ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ മേലെ കോൺടാക്ട് ആവരുത്. ഏറ്റവും സന്തോഷമായിട്ടുള്ള അവരുടെ ഇങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ് ആ കുട്ടിയുടെ ഇതൊക്കെ അവരിങ്ങനെ ഫോട്ടോ എടുത്ത് അയക്കും നമുക്ക്. ഡോക്ടർ ഏതാ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, ഇതാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ഡോക്ടേഴ്സ് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിൽ ഒരുപാട് ദമ്പതികൾ സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. ദമ്പതികൾ മാത്രമല്ല, എല്ലാവരും ഫാമിലി തന്നെ സങ്കടപ്പെടുന്ന ഒരു വിഷയമാണ് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്നൊക്കെ പറയുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 11 വർഷമായിട്ടും 16 വർഷമായിട്ടും കുട്ടികളില്ലാത്തൊരു സിറ്റുവേഷൻ വരിക. അത് ഒരിക്കലും അത് രണ്ടാൾക്കാരെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് അവർ എൻ്റയർ ഫാമിലി, ഒരു 10 പേരുള്ളൊരു ഫാമിലി ആണെങ്കിൽ ആ 10 പേർക്കും എഫക്റ്റ് ചെയ്യുന്ന ഒരു സങ്കടമായ ഒരു കാര്യം തന്നെയാണ് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത എന്ന് പറയുന്നത്. ഇപ്പം പല ആൾക്കാരും IVF പലപ്പോഴും ചെയ്തിട്ട് 5-6 തവണ IVF ചെയ്തിട്ടും ഫെയിലായ ആളുകളുണ്ട്. ചിലർ IVF മാത്രമാണ് ഒരു അവസാന പോം വഴി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത്തരം കണ്ടീഷനിൽ പോലും IVF ഫെയിലായിരുന്നത് പോലും അവിടെ നമുക്ക് ഒരുപാട് കുട്ടികൾക്ക് ജന്മം നൽകാൻ പറ്റിയ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് ആളുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഡോക്ടർ ജുമാന ഹസീനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇന്ന് ഒരുപാട് ആളുകൾ സങ്കടപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഡോക്ടർ ലൈഫിൽ അല്ലെങ്കിൽ ഡോക്ടർ ഈ പ്രാക്ടീസിൻ്റെ ഇടയിൽ ഇതിൽ ഏറ്റവും സങ്കടകരമായ ഒരു അനുഭവം എന്തായിരുന്നു ഇൻഫെർട്ടിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഇൻഫെർട്ടിലിറ്റി പലപ്പോഴും എന്താ വെച്ചാൽ ഒരു സൊസൈറ്റിയുടെ ഒരു പ്രഷറും കൂടെ അവിടെ ഉണ്ട്. ചിലപ്പോൾ കപ്പിൾസ് അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ കുട്ടികൾ വേണമെന്ന് അവർ ചിലപ്പോൾ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പഠിത്തം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒന്നുകൂടി ലൈഫിൽ സെറ്റിൽഡ് ആയിട്ട് ഒരു 30s മതി എന്ന് വെച്ചിട്ടുണ്ടാവും. പക്ഷെ മാരേജ് കഴിഞ്ഞ് ഒരു 4 months ആകുമ്പോഴേക്കും തന്നെ ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു പ്രഷറുണ്ട്. അത് കാരണം കുട്ടി എങ്ങനെയെങ്കിലും ആവണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ പല കപ്പിൾസും പ്രിപ്പയർഡ് അല്ലാതെ തന്നെ അങ്ങനെ പോകുന്ന ഒരവസ്ഥയുണ്ട്. അതല്ല 10 വർഷം 20 വർഷമായിട്ട് ഒരുപാട് വട്ടം ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഫെയിലിയറായിട്ട് സ്വന്തം ഇതിൽ ഒരു കുട്ടി ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെ വരുന്ന ഒരുപാട് കപ്പിൾസും ഉണ്ട്. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ IVF ചെയ്താലും അവരുടെ അതേ സ്പേമിൽ തന്നെ കുട്ടി ഉണ്ടാക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അങ്ങനത്തെ ഒരു കേസാണ് ഈ അസൂസ്പെർമിയ എന്ന് പറയും. അതായത് സ്പേമിൻ്റെ കൗണ്ട് കുറവല്ല, സ്പേം ഇല്ല, സ്പേമേ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു ചില സമയങ്ങളിൽ ടെസ്റ്റിസിൽ ഇരുന്ന് ടെസ എന്നുള്ളൊരു പ്രോസസ്സ് സ്പേം എക്സ്ട്രാക്ട് ചെയ്ത് നോക്കുമ്പോൾ അതിൽ 1-2 ഉണ്ടെങ്കിൽ അത് ചലനം വെച്ചിട്ട് എങ്ങനെയെങ്കിലും ചെയ്യാൻ നോക്കുമ്പോൾ അതുപോലും ഇല്ലാത്ത, അതായത് പ്രൈമറി ടെസ്റ്റിക്കുലർ ഫെയിലിയർ എന്ന് വെച്ചാൽ ഇവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു ആണെന്നുള്ളതിൻ്റെ ഒരു കുറവ് അങ്ങനെയൊന്നും അല്ല. പക്ഷേ ടെസ്റ്റിസിൽ നിന്നും സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ നോർമലി മാത്രമല്ല IVF ആയിട്ടും അത് പറ്റില്ല. പിന്നെ ഒരു സ്പേം ഡോണർ വേറെ ആരുടെയും കയ്യിൽ നിന്ന് സ്പേം വാങ്ങിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ IVF ട്രീറ്റ്മെൻറ്റ് വഴി കുട്ടി ഉണ്ടാക്കാം. പക്ഷെ പല കപ്പിൾസും അതിനോടൊരു യോജിപ്പ് ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ ഒരു സ്വന്തം കുട്ടി എന്നുള്ളൊരു നിലയ്ക്കല്ല, ഒരു അഡോപ്റ്റഡ് ചൈൽഡ് എന്നുള്ളൊരു ഇതിലായിരിക്കും. അപ്പോൾ അത് പല ആളുകൾക്കും വേരിയസ് കൺസേൺസ് ആണ്. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്ത് അത് ഒട്ടും പറ്റില്ല എന്ന് പറയും. അസൂസ്പെർമിയ എല്ലാ കൗണ്ടില്ലാത്ത കേസ് ഇങ്ങനെയെന്നല്ല പറയുന്നത്, ഫൈനൽ സ്റ്റേജിൽ. അത് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒന്നാണ്. കാരണം ഇല്ല, അതിനൊരു ഓപ്ഷൻ ഇല്ല എന്ന് പറയുന്നത് അതൊരു നമുക്ക് 5% ഒക്കെ പറയാം. അപ്പം അങ്ങനെ 1-2 കേസസ് കണ്ടതിലാണ് നമുക്ക് ഏറ്റവും വിഷമം ഉണ്ടായിട്ടുള്ളത്. കാരണം IVFും അതിനൊരു നിവൃത്തിയില്ല. നമ്മുടെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ എവിടെ ട്രീറ്റ്മെന്റ് എടുത്താലും അവിടെ ഇല്ല, സ്പേം ഇല്ല. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ സങ്കടത്തിന്റെ വിഷയങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ നല്ല ഹാപ്പി ആയി കിട്ടിയ ഒരു മൊമെന്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഒരു ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് ഒരു കപ്പിള്, അവർ മാരേജ് കഴിഞ്ഞിട്ട് 20 years ആയി. അവരുടെ ഏജ് 44 ആണ്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ 44 ഏജ് എന്ന് പറയുമ്പോൾ റിസ്ക് ഉള്ളതാണ്. അപ്പോൾ അവരുടെ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം കൺസീവ് ആയിട്ടും
അബോട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. കാരണം ഇവർ കോൺസാങ്ക്യൂനസ് മാരേജ് ആയിരുന്നു, അതായത് സ്വന്തം ബ്ലഡ് തന്നെ മാരേജ് ചെയ്തതാണ്, റിലേറ്റീവിൻ്റെ തന്നെ മാരേജ്. അപ്പോൾ ഇവർ കൺസീവ് ആകുന്നുണ്ട്. പക്ഷേ ഇവർക്ക് എന്താ പറയുക, ഒരു 12-13 പ്രാവശ്യം അബോഷൻ ചെയ്യാൻ കാരണം വെച്ചാൽ ഓരോ പ്രാവശ്യം കൺസീവ് ആകുമ്പോൾ സിംഗിൾ ജീൻ ഡിസോർഡർ എന്ന് പറയും, വികൃതമായിട്ടുള്ള കുട്ടിയാണ് ഉണ്ടാവുന്നത്. സോ അത് ഡോക്ടേഴ്സ് തന്നെ അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾ മേലെ കോൺടാക്ട്ലി ആവരുത്, അതാവുമ്പോൾ ശ്രദ്ധിക്കണം, കുട്ടി നിങ്ങൾ കൺസീവ്, നിങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞ് നിർത്തിയൊരു ഇതായിരുന്നു. പക്ഷെ അവർ നമ്മുടെ അടുത്ത് വന്ന് പ്രോപ്പർലി ടെസ്റ്റ് ചെയ്ത് അവർ ലാസ്റ്റ് ജനുവരിയിൽ ഒരു ഗേൾ ബേബി അറ്റ് ദ ഏജ് ഓഫ് 44 വയസ്സിൽ അവർ ഒരു കുട്ടിക്ക് ജന്മം നൽകാനായി. അത് ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. കാരണം 20 വർഷത്തെ ഒരു കാത്തിരിപ്പ്, അവർക്ക് ആരും എല്ലാവിടെയും പോയി, കുറേ അവിടെ പോയി, കുറേ കഴിഞ്ഞ ഈവൻ അവർക്ക് പോസിറ്റീവ് വന്നപ്പോഴും ഇതെല്ലാം സ്കാൻ ചെയ്യുമ്പോഴും അവർക്ക് ഡൗട്ടാണ്, എവിടുന്ന ട്രീറ്റ്മെന്റ് എടുത്തേ എന്താന്നുള്ളത് ഡൗട്ടാണ്. ഇങ്ങനെ വരില്ല, വരാനേ ചാൻസ് ഇല്ല, മെഡിക്കൽ മിറാക്കിൾ എന്നൊക്കെ പറയാലോ, അതുപോലെ. അത് ഏറ്റവും സന്തോഷമായിട്ടുള്ള അവരുടെ ഇങ്ങനെ ഓരോ മൈൽ സ്റ്റോൺസ്, ആ കുട്ടിയുടെ ഇതൊക്കെ അവരിങ്ങനെ ഫോട്ടോ എടുത്ത് അയക്കും നമുക്ക്, ഡോക്ടർ ഏതാ കുട്ടിയുടെ ഫസ്റ്റ് ബേർഡ് ആണ്, ഇതാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അതാണ് ഏറ്റവും സന്തോഷമായിട്ടുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലൈഫിലെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും ഈ ഒരു കുട്ടിയില്ലാത്തതിനാണ്. ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ കപ്പിൾസ് ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, അത് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആയി, കുട്ടിയായി, ഡെലിവറി കഴിഞ്ഞു എന്ന് പറയുമ്പം ആ ഒരു ഫാമിലി തന്നെ അവരൊരു തരം മാറും. അത്രയും കാലം സങ്കടപ്പെട്ടിരുന്നതൊക്കെ ഭയങ്കര എനർജിയിലേക്ക് ഒരു പോസിറ്റീവിലേക്ക് മാറാറുണ്ട്. ശരിക്കും നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ, വന്ധ്യത എന്നൊരു പ്രശ്നം എന്തുകൊണ്ടാണ് ശരിക്കും വരുന്നത്? ആക്ച്വലി ഇത് പണ്ടത്തെ കാലത്ത് ഇൻഫെർട്ടിലിറ്റി എന്നുള്ളത് വളരെ റെയർ ആയിരുന്നു, കുട്ടികളില്ലാത്ത അവസ്ഥ എന്നുള്ളത്. ഈ കാലത്തിൽ മെയിനായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലും, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. അപ്പോൾ ഇതെല്ലാം തന്നെ സാരമായിട്ട് നമ്മുടെ ഹോർമോണും കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ, പണ്ടിപ്പോൾ ലേഡീസ് ഇപ്പോൾ വീട്ടിൽ മാത്രം ഒതുങ്ങുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഹൗസ് ഹോൾഡ് വർക്കും, അതായത് വീട്ടുജോലികളും അതിൻ്റെ കൂടെ തന്നെ വേറെ ജോബും ചെയ്യുന്നുണ്ട്. സ്ട്രെസ് ലെവൽ വളരെ കൂടുതലാണ് ലേഡീസെ സംബന്ധിച്ചിടത്തോളം, സ്ട്രെസ് ലെവൽ കൂടും. അപ്പം ഇങ്ങനെ സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോർട്ടിസോൾ കൂടും, മറ്റ് എന്താ പറയുക, നമ്മുടെ എസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, സ്ത്രീ ഹോർമോണിൻ്റെ ഒക്കെ ഒരു ഇംബാലൻസ് വരുന്നുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം, കാരണം ഫാസ്റ്റ് ഫുഡ് അധികം കഴിക്കുന്നുണ്ട്. PCOD ഒരു മെയിൻ പ്രശ്നമാണ്. കാരണം ഇൻഫെർട്ടിലിറ്റിയിലെ ഒരു 70% ഒരു മേജർ കോസ് എന്ന് പറയുന്നത് PCOD ആണ്. അപ്പോൾ ഇത് ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡ് സ്റ്റൈലിൻ്റെ ഒരു പ്രശ്നം തന്നെ. പിന്നെ അധികം നടത്തമില്ല. പണ്ട് നമ്മൾ വീട്ടു ജോലികൾ അധികം ചെയ്തിരുന്നു, നടത്തമാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ആക്റ്റീവ് മൂവ്മെന്റിലായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. എല്ലാവരും ഇപ്പോൾ ഒരു ഓഫീസ് വർക്ക് ജോബാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ടുള്ള ജോലിയായിരിക്കും. ഇനി അടുക്കളയിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും മെഷീൻസ്, എക്യുപ്മെന്റ്സും വന്നതുകൊണ്ട് നിന്നുകൊണ്ട്, ഒരേ സ്ഥലത്തിൽ നിന്നുകൊണ്ടാണ് കൂടുതൽ, ഒരു മൂവ്മെന്റ് ഇല്ല. അത് തന്നെയാണ് റീസൺ. അത് ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ഈ പെൽവിക് ഓർഗൻസ് ഒക്കെ നമ്മുടെ യൂട്രസിലോട്ടും അതേപോലെ ഓവറീസിലോട്ടും പോകുന്ന ബ്ലഡ് സർക്കുലേഷൻ ഒന്നും പ്രോപ്പർ ആവില്ല. ഇതാണ് ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം. മെൻസും ഇത് തന്നെയാണ്. ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് തന്നെയാണ് മെയിൻ റീസൺ ആയിട്ട് വരുന്നത്. വാക്കിംഗ് ഇല്ല, എക്സസൈസ് ഇല്ല, ഭക്ഷണത്തിൻ്റെ ആ ഒരു ഇൻടേക്ക് പ്രോപ്പർ അല്ല, ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഭക്ഷണം എടുക്കുന്നത്, ഇതെല്ലാം തന്നെ അവരുടെ ഹോർമോൺസിനെയും അതേപോലെ സ്പേം പ്രൊഡക്ഷനെയും അതിൻ്റെ ക്വാളിറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പലരും നൈറ്റ് ഷിഫ്റ്റ്സ് എടുക്കുന്നവരാണ്. ഈ നൈറ്റ് ഷിഫ്റ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സ്പേമിൻ്റെ മോട്ടിലിറ്റി, ആ പ്രൊഡക്ഷൻ എന്താ പറഞ്ഞാൽ നമ്മുടെ അടുത്ത് വരുന്ന ഒരുപാട് കേസിൽ IT പ്രൊഫഷണൽസ് ഉണ്ട്. ഈ ഷിഫ്റ്റ് എടുക്കുന്നത് നോർമൽ സൈക്കിളിൽ നിന്ന് മാറിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ വർക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറി. പണ്ട് ഇങ്ങനെ ഒരു വൈറ്റ് കോളർ ജോബ് മാത്രം ആയിരുന്നില്ല. അപ്പൊ ഒരു വീട്ടിൽ 10 കുട്ടികളും 12 കുട്ടികളും ഒക്കെ ഇയർലി ഡെലിവറി ആകുന്ന ടൈമാണ്. ഇപ്പൊ ആ ഒരു കുട്ടിക്ക് നമ്മൾ 10 ഇയേഴ്സ് 15 ഇയേഴ്സ് വെയിറ്റ് ചെയ്താലും അത്രയും പ്രഷർ കൊടുക്കാൻ വരുന്നുള്ള റീസൺ ആ ഒരു മാറ്റം തന്നെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മേജർ ആ ഒരു മാറ്റം തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ 2 കൺസേൺ പറഞ്ഞിട്ടുള്ളത്, അതായത് ഒന്ന് മെയിൽ ഇൻഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയും. അപ്പോൾ ഈ സ്ത്രീകൾക്ക് വന്ധ്യത കൂട്ടുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? പണ്ട് ആക്ച്വലി നമ്മൾ ഒരു കുട്ടി ആവുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം കാരണം പറയുന്നത് ലേഡീസിനെയാണ്, ഫീമെയിലാണ്. കുട്ടി ആവുന്നില്ല എന്നാൽ ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇവരെ ഒഴിവാക്കി വേറെ മാരേജ്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എങ്ങനെയാ വെച്ചാൽ പഠനങ്ങൾ പറഞ്ഞു വരുന്നത് ഈക്വലി കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അതായത് 50% ഇപ്പോൾ ഒരു കുട്ടി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൽ ഫാക്ടർ, പുരുഷന്മാരുടെ ആ ഒരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറും ലേഡീസിനെ നോക്കുമ്പോൾ ഈക്വലി 50% വരുന്നുണ്ട്. അപ്പം സ്ത്രീകളിൽ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ആദ്യം വരുന്നത് PCOD, ഹോർമോൺ ഇംബാലൻസ്, പിന്നെ തൈറോയിഡ്
ആ ഹോർമോണിൽ വരുന്ന പ്രശ്നങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം രണ്ടും അതിന് കാരണമായിട്ട് വരുന്നുണ്ട്. പിന്നെ ചിലർക്ക് പ്രൊലാക്റ്റിൻ എന്നുള്ളൊരു ഹോർമോൺ ലെവൽ ഭയങ്കര ഹൈ ആയിട്ട് ചുരുക്കാം. അപ്പോൾ ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ അത് ഒരു മേജർ റീസണാണ്. മറ്റു ചിലർക്ക് ഫൈബ്രോയിഡും ഒരു കാരണമായി വരുന്നുണ്ട്. യൂട്രസിൽ വരുന്ന ഫൈബ്രോയിഡുകൾ, അതേപോലെ തന്നെ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്രസിൻ്റെ ഒരു ഉള്ളിലത്തെ ലെയറാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. കുട്ടി വന്ന് പതിക്കുന്ന ആ ഒരു സ്ഥലമാണ് എൻഡോമെട്രി ലെയർ എന്ന് പറയുന്നത്. ഈ എൻഡോമെട്രിയം വേറെ ഭാഗങ്ങളിൽ വളരാനായിട്ട് തുടങ്ങും. അത് യൂട്രസിന് പ്രഷർ നൽകുകയും കൺസീവ് ആവാതിരിക്കാൻ അതൊരു റീസൺ. അതേപോലെ ട്യൂബൽ ബ്ലോക്കേജ് എന്ന് പറയും. നമ്മുടെ 2 ഓവറീസിൽ നിന്നും ഓരോ മാസം ഇടവിട്ട് മാറിയിട്ടാണ് അണ്ടം പുറത്ത് ഓവുലേറ്റ് ചെയ്യുന്നത്. അത് ട്യൂബ് വഴി, നമ്മൾ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയും, ചെറിയൊരു ട്യൂബ് വഴിയാണ് യൂട്രസിലോട്ട് എത്തുന്നത്. ആ ട്യൂബിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് സംഭവിച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അണ്ടത്തിന് പ്രോപ്പറായിട്ട് യൂട്രസിൽ വന്ന് എത്താനായിട്ട് പറ്റില്ല. ഇത് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യും. ഇതാണ് ലേഡീസിൽ നമ്മൾ മേജർ കോസസ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഇപ്പം ഡോക്ടർ ഇപ്പം കുറേ വിഷയങ്ങൾ പറഞ്ഞു. PCOD പറഞ്ഞു, തൈറോയിഡ് പറഞ്ഞു, പ്രൊലാക്റ്റിൻ പറഞ്ഞു, ഫൈബ്രോയിഡ് പറഞ്ഞു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു വിഷയമാണ്, ഇപ്പം ഏറ്റവും കൂടുതൽ ലേഡീസ് അനുഭവിക്കാൻ സാധ്യത ഉള്ളത് ഒരു PCOD എന്ന അസുഖം തന്നെ ആയിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നതാണ്, അത് ഡോക്ടർ എന്നാ പറയണ്ടേ. ശരിക്കും PCOD തന്നെയാണോ ഏറ്റവും കൂടുതൽ ഇവർക്ക് കാരണമാവുന്നത്? PCOD ഉള്ളവർക്ക് കൺസീവ് ആവാൻ പറ്റില്ല എന്നുള്ളതൊന്നുമില്ല. കാരണം PCODയെ സംബന്ധിച്ചിടത്തോളം ഇറഗുലർ പീരിയഡ്സ് ആവും. അതായത് 28 മുതൽ 35 ദിവസം ആ ഒരു സൈക്കിളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവർക്ക് 2 മാസത്തിലൊരിക്കലും 3 മാസത്തിലൊരിക്കലും ആവാം. അപ്പം ഇവരുടെ ഓവുലേഷൻ, അതായത് അണ്ടം പുറത്തു വരുന്ന ആ ഒരു ഇത് പ്രോപ്പർ ആയിരിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് കറക്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ PCOD ഉള്ള പ്രശ്നത്തോടു കൂടെ തന്നെ കൺസീവിങ് പോസിറ്റീവ് ആയ ഒരുപാട് കപ്പിൾസ് ഉണ്ട്. അപ്പം അത് PCOD മേജർ റീസൺ എന്ന് പറയാനില്ല. എന്നാൽ അത് ഡിലേ ആവാൻ, അതായത് കൺസീവ് ആവുന്നത് ഡിലേ ആവാനാണ് കാരണം. PCOD ഉള്ള ഒരാൾക്ക് ഒരിക്കലും കുട്ടികളാവില്ല എന്ന് നമുക്ക് പറയാനേ പറ്റില്ല. 100% അവർക്ക് കുട്ടികളാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ സാധാരണക്കാരെ അപേക്ഷിച്ച് ഇപ്പൊ നമ്മൾ പീരിയഡ് സൈക്കിളിന്റെ ഓവുലേഷൻ എന്ന് പറയുന്ന ഒരു 14ാമത്തെ ദിവസമാണ് പറയാം. അടുത്ത പീരിയഡ് ആകുന്നതിന് മുന്നേ 14ാമത്തെ 15ാമത്തെ ദിവസം. അപ്പൊ ഈ ടൈമിൽ ഇവർക്ക് ഓവുലേഷൻ നടക്കില്ല. ഓട്ടോമാറ്റിക്കലി ഇവർ കോൺടാക്ട് ആകും. അപ്പോൾ ഇവർ ഡിപ്രഷനിൽ പോകുന്നൂടെ, എന്താ അത് ഇനിയും കൺസീവ് ആകാത്തത് എന്നുള്ള ഒരു ലെവലിൽ പോകും. അപ്പോൾ ഇവർക്ക് ഈ ഫോളിക്കുലർ സ്റ്റഡി എന്നൊക്കെ പറയും, അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതായത് ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് ഫോളിക്കിൾസ് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, നോർമൽ സ്കാനിങ് തന്നെയാണ്, അത് നോക്കിക്കഴിഞ്ഞാൽ അണ്ടം എപ്പോഴാണ് പുറത്ത് വരുന്നത്. ഇനി ഇതിലൊരു രസം എന്താ വെച്ചാൽ, ഫീമെയിൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ കൃത്യം 24 മണിക്കൂർ മാത്രമേ അണ്ടം വെയിറ്റ് ചെയ്യുള്ളൂ. സ്പേം വരുന്നുണ്ടോ എന്ന് കാത്തിരിക്കുന്നത് 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ആ ടൈമിൽ കോൺടാക്റ്റിലായാൽ മാത്രമേ കുട്ടിയാവുള്ളൂ. അതുവരെ മാത്രമേ 24 മണിക്കൂർ മാത്രമേ വെയിറ്റ് ചെയ്യുള്ളൂ. കുട്ടി ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പീരിയഡ് ആവാനുള്ള അടുത്ത സൈക്കിളിലോട്ട് പോകും. എന്നാൽ മെയിൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ കോൺടാക്റ്റിലായിക്കഴിഞ്ഞാൽ സ്പേമിന് ബോഡിയുടെ ഉള്ളിൽ, ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ 3 മുതൽ 5 ദിവസം വരെ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് അത്രയും നിൽക്കും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആ ഓവുലേഷൻ പീരീഡ് ട്രാക്ക് ചെയ്ത് പറയുന്നത് അവരുടെ അടുത്ത്, അതിനും ഒരു 3 മുതൽ 5 ദിവസം മുന്നേ തന്നെ നിങ്ങൾ കോൺടാക്റ്റിലാവണം എന്ന് പറയുന്നത്. കാരണം ഈ വരുന്നത് ഒരു 24 hours മാത്രമാണ് ഓവം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് മുന്നേ കോൺടാക്റ്റ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവർക്ക് കൺസീവിങ് ആവാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ഇപ്പം ഡോക്ടർ പറഞ്ഞത് PCOD-ൻ്റെ കേസുകൾ, PCOD-യുള്ള ആളുകൾക്കും പ്രഗ്നൻ്റ് ആവുമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഒട്ടുമിക്ക സ്ത്രീകൾക്കും PCOD ഉണ്ട്. അത് ചെറിയ കുട്ടികളായിക്കോട്ടെ, വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് PCOD ആവുന്ന കേസൊക്കെ നമ്മളിപ്പം 12 വയസ്സ് 14 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ PCOD പറയാറുണ്ട്. 45-50 വയസ്സുള്ള സ്ത്രീകൾക്ക് പിന്നെ PCOD പറയാറുണ്ട്. ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് അവരെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇപ്പം മെയിനായിട്ടുള്ളൊരു റീസൺ. പണ്ടൊന്നും അത്രത്തോളം PCOD കേസുകളൊന്നും നമ്മൾ റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ വളരെ ഏർലി ആയിട്ട് അല്ലെങ്കിൽ വളരെ അടുത്തായിട്ട് ഒരുപാട് കേസുകൾ പിന്നെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. എനിക്ക് PCOD ഉണ്ട്, എനിക്കും PCOD ഉണ്ട് ഇത്തരം സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും PCOD ഉണ്ടാക്കാൻ സ്ത്രീകൾ ചെയ്യുന്ന ഒരു 5 മിസ്റ്റേക്സ് എന്തൊക്കെയായിരിക്കും? PCOD ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അധികമായിട്ടുള്ള ജങ്ക് ഫുഡ്സ്, അതേപോലെ ബേക്കറി, ക്രീം ഐറ്റംസ്, മൈദയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പിന്നെ അടുക്കളയിൽ നമ്മൾ എടുത്തു മാറ്റേണ്ട ഒരു കാര്യമാണ് റിഫൈൻഡ് ഓയിൽ. റിഫൈൻഡ് ഓയിൽ, മൈദ, ബേക്കറി ഐറ്റം, ജങ്ക് ഫുഡുകൾ ഇത് പരമാവധി ഒഴിവാക്കിയാൽ തന്നെ, അതേപോലെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സ്വീറ്റനിങ് ചെയ്ത ജ്യൂസസ്, പാക്കഡ് ആയിട്ടുള്ള ജ്യൂസസ്, ഡീപ്പ് ഫ്രൈഡ്, ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ, അങ്ങനെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ളതൊക്കെ തന്നെ ഹോർമോണിന് ആ ഒരു നോർമൽ
പ്രോസസ്സിനെ ഇന്റർഫിയർ ചെയ്യും. ഈസ്ട്രജൻ അതേപോലെ പ്രൊജസ്ട്രോൺ ഇത് ഇംബാലൻസ് ഉണ്ടാക്കി ക്രമേണ ചെറിയ തോതിൽ ഒരു ദിവസം റോസ്റ്റഡ് ചിക്കൻ കഴിച്ചുകൊണ്ട് വരുന്നതല്ല, ദിവസവും ഇങ്ങനെ, അല്ലെങ്കിൽ വീക്കിലി ഒരു ത്രൈസ് ഹാബിറ്റ് ഉണ്ട്, ആഴ്ചയിൽ 3 പ്രാവശ്യം. അതിങ്ങനെ റെഗുലർ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് ഈ PCOD വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓയിലി ഫുഡ് പരമാവധി കുറയ്ക്കണം. ഓയിലി ഫുഡ് മെയിൻ ഒരു റീസൺ തന്നെയാണ്, ഈ PCOD വരാനായിട്ടുള്ള മേജർ കാരണം തന്നെയാണ്. ഇപ്പോൾ ഡോക്ടറെ, നമ്മൾ PCOD ഉള്ള ആളുകൾ ഈ ഒരു 3 കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PCOD വരൂല എന്ന് പറയാൻ പറ്റുന്ന ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ പട്ട സിന്നമൺ ഉപയോഗിച്ചിട്ടുള്ള വെള്ളം റെഗുലറായിട്ട് രാവിലെ വെറും വയറ്റിൽ എടുക്കുന്നത് ഹോർമോൺ ഇംബാലൻസ് തടയാനായിട്ട് വളരെ സഹായകരമാവും. പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു മേജർ ഭക്ഷണം എന്ന് പറയുന്നത് റിഫൈൻഡ് ആയിട്ടുള്ള കാർബ്സും അതേപോലെ തന്നെ മൈദ, എണ്ണയിലെ വറുത്തതും പൊരിച്ചതും പരമാവധി ഒഴിവാക്കാം. എന്നിട്ട് കൂടുതലും ഇലക്കറികളും പച്ചക്കറികളും, അത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പരമാവധി നിങ്ങളുടെ PCOD കൺട്രോളിൽ കൊണ്ടുവരും ആയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PCOD ഉള്ള ആളുകൾ ഒഴിവാക്കേണ്ടതും കഴിക്കേണ്ടതുമായ ഭക്ഷണം എന്തൊക്കെയായിരിക്കും? PCOD ഉള്ള സ്ത്രീകൾ ഒഴിവാക്കേണ്ടതായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട ഭക്ഷണം എന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ്. അത് ഇൻഫ്ലമേഷൻ കൂട്ടും, അതുകൊണ്ട് റെഡ് മീറ്റ് പരമാവധി അവോയ്ഡ് ചെയ്യുക. പിന്നെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ്, ബ്രോസ്റ്റഡ്, ഈ വീട്ടിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് ഹെൽത്തി അല്ല. ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് എല്ലാം തന്നെ ഇൻഫ്ലമേഷൻ കൂട്ടും. അപ്പോൾ അധികവും ഇങ്ങനത്തെ ഫുഡുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഒപ്പം ബേക്കറി ഐറ്റംസ്, മൈദ, റിഫൈൻഡ് കാർബ്സ് ഇതും സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. അതേപോലെ ഷുഗർ ഡ്രിങ്ക്സ്, നമ്മൾ പലപ്പോഴും ഫ്രൂട്ട് ജ്യൂസസ് പാക്കഡ് ആയിട്ട് എടുക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അതിലെല്ലാം തന്നെ HFCS എന്ന് പറയുന്ന ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിൻ്റെ കണ്ടന്റ് കൂടുതലാണ്. അപ്പം ഇതും ഇൻഫ്ലമേഷൻ്റെ പ്രോസസ്സും കൂട്ടും, കൂടുതൽ വെയിറ്റ് ഗെയിൻ ആവാനായിട്ട് ഒരു കാരണമാവുന്നുണ്ട്. ഇതാണ് നമ്മൾ PCOD ഉള്ളവരിൽ സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അവർ എടുക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഭക്ഷണത്തിൽ റെഗുലറായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്, ഹെർബൽ ടീസും അതേപോലെ ഗ്രീൻ ടീ ഇതൊക്കെ റെഗുലറായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ഇലക്കറികളും ചീരയൊക്കെ നമ്മൾ പറഞ്ഞു. അതിൻ്റെ കൂടെ പ്രോട്ടീൻ മസ്റ്റാണ്, പക്ഷെ പ്രോട്ടീൻ റെസ്ട്രിക്റ്റ് ചെയ്യണം, ഒരുപാട് പ്രോട്ടീൻ ആവരുത്. അപ്പോൾ പ്രോട്ടീൻ നമുക്ക് റെഗുലറായിട്ട് തന്നെ എടുക്കാം. മുട്ട അതൊക്കെ എടുക്കാം. റെഡ് മീറ്റ്സ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് മേജറായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അധികം അടങ്ങിയിട്ടുള്ള നമ്മൾ ബെറീസ് എല്ലാം തന്നെ എടുക്കാം. പിന്നെ നട്ട്സ് നല്ലതാണ്, നട്ട്സും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. നട്ട്സ്, സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്. പിന്നെ PCOD ഹോർമോൺ ഇംബാലൻസിന് നമ്മൾ സീഡ് സൈക്കിൾ എന്ന് പറയും. അതായത് ആദ്യത്തെ ഒരു 14 ദിവസം ഒരു പ്രത്യേക രീതിക്ക് ചില സീഡുകൾ മാത്രം, വിത്തുകൾ മാത്രം എടുക്കുക. എന്നിട്ട് അത് അടുത്ത നെക്സ്റ്റ് 14 കഴിഞ്ഞതിന് ശേഷം, അത് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം വേറെ കുറച്ച് സീഡ്സ് ഉണ്ട്. അപ്പോൾ ഇതിന് സീഡ് സൈക്കിൾ മെത്തേഡ് എന്ന് പറയും. അത് ഹോർമോൺ ഇംബാലൻസിന് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. അത് റെഗുലറായിട്ട് എടുക്കുക. പിന്നെ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. സാലഡ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മില്ലറ്റ്സ് ഇത് കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക. ഇനി പ്രോട്ടീൻ വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഓർ എഗ് നല്ലതാണ്. പാലിന്റെ ഉപയോഗമൊക്കെ പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പം PCOD പോലെ തന്നെ ഡോക്ടർ അടുത്തൊരു കൺസേൺ പറഞ്ഞൊരു പ്രശ്നമാണ് തൈറോയിഡ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കണ്ടിടത്തോളം ഇപ്പം പല ആൾക്കാരും ഇപ്പം തൈറോയിഡിന് വർഷങ്ങളായിട്ട് മരുന്ന് കുടിക്കുന്ന ആളുകളുണ്ട്. ഷുഗറിന് പോലും ചില പത്ര മരുന്ന് ചിലപ്പോൾ കഴിക്കുന്നുണ്ട് ചിലർ. പക്ഷെ എന്നാൽ ഷുഗറിനൊക്കെ മരുന്ന് കഴിച്ചാൽ നമുക്ക് അവിടെ ഒരു എഫക്റ്റ് കുറയുന്നത് കാണാം. ഷുഗർ കൺട്രോൾ ആവുന്നതോ അല്ലെങ്കിൽ നമുക്കുണ്ടാ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസോ പ്രശ്നങ്ങളൊക്കെ മാറുന്ന നമുക്ക് കാണാം. പക്ഷെ പലപ്പോഴും തൈറോയിഡിൻ്റെ വിഷയങ്ങൾ മരുന്ന് കഴിച്ചിട്ടും പല ആളുകൾക്കും കാലാകാലം കഴിക്കുക എന്നല്ലാതെ റിസൾട്ട് കിട്ടുന്നതിൻ്റെ കുറവ് ഉണ്ടാവാറുണ്ട്. ശരിക്കും എന്താണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം? ഈ തൈറോയിഡ് ആക്ച്വലി വരുന്നത് മെയിൻ പ്രശ്നം ലേഡീസിനാണ് കൂടുതലായിട്ടും. മെയിൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ലേഡീസിനാണ് 80% ആളുകൾക്കും ഈ ഒരു തൈറോയിഡിൻ്റെ കണ്ടീഷൻ. തൈറോയിഡിൽ 2 തരമുണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. അപ്പം തൈറോയിഡ് കാലാകാലം ഇങ്ങനെ മരുന്നുകൾ വെറുതെ കഴിക്കാന്നല്ലാണ്ട് എവറി 3 months once 3 മാസം കൂടുമ്പോൾ ചെക്കപ്പ് ചെയ്യുന്നത് നിർബന്ധമാണ്. TSH ഫ്രീ T4. കാരണം ഇതിലെ വാല്യൂവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, അതേപോലെ ഇത് എടുക്കാതിരുന്നാലും തൈറോയിഡിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ഒരു നോർമൽ പ്രഗ്നൻസിക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് നോർമൽ ലെവൽ എന്ന് പറയുന്നത് 2 മുതൽ 1 to 2.5 അതാണ് നമ്മൾ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ തൈറോയിഡിൻ്റെ ആ ഒരു ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ വളരെ റിസ്ക് ആണിത്. പ്രഗ്നൻസിക്ക് മാത്രമല്ല, ഈവൻ നമുക്ക് മൂഡ് സ്വിങ്സ്. എനിക്ക് വന്ന ഒരു പേഷ്യൻറ്റ് ആക്ച്വലി അവർ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കാൻ വിട്ടു. ഇപ്പം നോർമൽ ആണെന്ന് വിചാരിച്ച് അവരെന്നെ
ധരിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, വൺസ് നമ്മൾ ലിവോതൈറോക്സിൻ എന്ന് പറയുന്ന നമ്മുടെ ഈ തൈറോക്സിന്റെ ടാബ്ലറ്റ്സ് സപ്ലിമെന്റ് ആയിട്ട് എടുത്തു കഴിയുമ്പോൾ അതിന്റെ ബലത്തിലായിരിക്കും ചിലപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് നോർമലായിട്ട് കാണിക്കുന്നത്. അത് വിട്ട് കഴിയുമ്പോൾ പഴയപടി കൂടും. ഇവരെൻ്റെ അടുത്ത് വന്നത് എന്താ വെച്ചാൽ, ഡോക്ടർ എനിക്ക് തീരെ പറ്റുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, എനിക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടാവുന്നുണ്ട്, ഞാനിപ്പോൾ മരിക്കുന്നുള്ള അവസ്ഥ, എനിക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ വരുന്നത്, ഭയങ്കര മെന്റൽ ഡിസോർഡേഴ്സ് ആണ് അവർ പറഞ്ഞത്. എന്നാൽ ഇതിന് മുന്നേ ഇങ്ങനെയൊന്നും ഒരു ലക്ഷണങ്ങൾ ഇല്ലാത്ത ഒരു സ്ത്രീയാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പം തന്നെ ഞാൻ പറഞ്ഞു തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ വാല്യൂ കാണുന്നത് 102, ആ ഒരു റേഞ്ചിലാണ് കാണുന്നത്. അവർ കഴിഞ്ഞ 6 മാസമായിട്ട് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ടില്ല. അങ്ങനെ അപ്പോൾ സഡൻ ആയിട്ട് വിടുന്നതിന് മുന്നേ അതൊന്ന് ചെക്ക് ചെയ്യണം. എവറി 3 months വൺസ് ചെക്ക് ചെയ്തിട്ട് വേണം അതിനനുസരിച്ച് നമ്മൾ ടാബ്ലറ്റും കാര്യങ്ങളും എടുക്കാനായിട്ട്. ഇനി സ്ഥിരമായി ഗുളിക കഴിക്കുന്നവർ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞില്ല, ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, അങ്ങനെ 2 കണ്ടീഷൻ ഉണ്ട്. ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ആ ഒരു ഗ്രന്ഥി കുറച്ചുകൂടി നമ്മുടെ ബോഡി സ്ലോ ഡൗൺ ആക്കും. അപ്പം അങ്ങനെയുള്ളവരിൽ കൂടുതലായിട്ടും തടി വരാം, വെയിറ്റ് ഗെയിൻ കൂടുതലാവും, പീരിയഡ് ഇറഗുലാരിറ്റി ഉണ്ടാവും, അവർക്ക് മെൻസസ് പ്രോപ്പർ ആയിരിക്കില്ല. ഇതൊക്കെ തന്നെ ഈവൻ ഓവുലേഷനെ വരെ അത് എഫക്റ്റ് ചെയ്യും. ഹൈപ്പർ തൈറോയിഡിസം കേസുകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മെലിഞ്ഞു വരുന്ന ഒരു പ്രകൃതമാണ്. അതായത് എത്ര കഴിച്ചാലും അവരുടെ ദേഹത്തെ പിടിക്കാത്ത രീതിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ TSH ഫ്രീ T4 ഒന്ന് ചെക്ക് ചെയ്യുന്നത് TSH വളരെ കുറഞ്ഞു കാണിക്കും ഈ ഒരു ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള കണ്ടീഷനിൽ. അപ്പോൾ ഇത് പലരും ചിലപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇതിനൊന്നും എന്താ പറയുക സപ്ലിമെന്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ബോർഡർ ലൈനിൽ മാത്രം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. സപ്ലിമെന്റിലോട് വൺസ് പോയി കഴിഞ്ഞാൽ പിന്നീട് സപ്ലിമെന്റ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. പിന്നെ തൈറോയിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മൾ മേജറായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഹിമാലയൻ റോക്ക് സോൾട്ട്, കല്ലുപ്പന്നെ അത് യൂസ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. കാരണം ഈ അയഡിൻ വലിച്ചെടുക്കുന്നതിൻ്റെ ഇതുമായിട്ടാണ് ഈ തൈറോയിഡിന്റെ ആ ഒരു ഹോർമോൺ ലെവൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ പൊടിയുപ്പില് പലപ്പോഴും അത് നമ്മൾ വിചാരിക്കും കല്ലുപ്പ് പൊടിച്ചിട്ടാണെന്ന്, അങ്ങനെ അല്ല. അതിൽ കുറേ പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊടിയുപ്പ് അധികം അവോയ്ഡ് ചെയ്യാൻ പറയുകയും ഒപ്പം ഈ ഹിമാലയൻ റോക്ക് സോൾട്ട്, പിങ്ക് സോൾട്ട് ഇത് കൂടുതലും സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. ഇപ്പൊ നമുക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും? തൈറോയിഡ് ഞാൻ പറഞ്ഞ പോലെ തൈറോയിഡിൽ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഇങ്ങനെ 2 കാറ്റഗറിയാണ് ഉള്ളത്. അപ്പം അതിൽ TSH ലെവല് കുറഞ്ഞു വരുന്ന കേസസ് ആണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ജനറലി ഇവർ മെലിഞ്ഞിട്ടാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അങ്ങോട്ടും മാറാം. മെഡിക്കൽ രീതിയിൽ ചില എക്സെപ്ഷണൽ കേസസ് പറയും. അപ്പം ഇവർക്ക് എന്താ വെച്ചാൽ ഹൃദയമിടിപ്പ് ഭയങ്കരമായിട്ട് കൂടും, അമിതമായിട്ട് വേർക്കുക, ഹാർട്ട് ബീറ്റ് റേസ് ആവാന്നുള്ളതാണ്. പിന്നെ ബോഡി ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടാം, വയറ്റിന്ന് ഇടയ്ക്കിടയ്ക്ക് പോവാം. കാരണം ഈ തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ ബോഡീനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ്. എല്ലാ മെറ്റബോളിസം, വയറ്, നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി എല്ലാം. ഈവൻ നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ മറവി വരും, മന്ദിപ്പ് വരും, പഠിത്തത്തിലൊക്കെ ഇതിൽ പ്രൈമറി കേസസ് ഉണ്ട്. അതായത് ജനിച്ചപ്പോൾ തന്നെ തൈറോയിഡ് കുറവുള്ള കുട്ടികളിൽ നമ്മളൊരു 6-7 വയസ്സ് മുതൽ തന്നെ അവർക്ക് അവരുടെ ഗ്രന്ഥിയിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അപ്പോൾ അവർ ലൈഫ് ലോങ് തന്നെ കഴിക്കേണ്ട സിറ്റുവേഷൻ വരും. ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിനെ വരെ ഇൻവോൾവ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം കേസസിൽ കൂടുതലായിട്ടും ഈ ഒരു മെലിഞ്ഞു വരുന്ന പ്രകൃതമാണ് ഉണ്ടാവുക. ഇനി പ്രഗ്നൻ്റ് ആയവരാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് അബോഷൻസ് ഉണ്ടാവാം. കാരണം ഈ ഞാൻ പറഞ്ഞല്ലോ എൻഡോമെട്രിയൽ തിക്നെസ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഫ്രീക്വൻറ്റ് ബ്ലീഡിങ് ഉണ്ടാക്കും. അപ്പം ഇത് മെയിനായിട്ട് മിസ്കാരേജസ്, അബോഷൻ ഓഫണായിട്ട് വരാനൊരു റീസൺ വരുന്നുണ്ട് ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന കണ്ടീഷൻ. നേരെ മറിച്ച് കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഹൈപ്പോ തൈറോയിഡിസമാണ്. ഹൈപ്പോ എന്ന് പറയുന്നത് ശരിക്കും വണ്ണം വെച്ച് വരുന്ന പ്രകൃതമാണ്. അപ്പോൾ ടോട്ടലി അവർ എന്താവെന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇത് ഭയങ്കര സ്പീഡപ്പ് ആവാണ്, ഹാർട്ട് ബീറ്റ് കൂടാണ്, ശരീരം കൂടുതൽ വേർക്കുന്നു, മെറ്റബോളിസം കൂടുന്നു, മെലിയുന്നു. ഇതാണ് ഹൈപ്പർ എന്നുണ്ടെങ്കിൽ ഹൈപ്പോ എന്താന്ന് വെച്ചാൽ ടോട്ടൽ മന്ദിപ്പാണ്. എന്ന് വെച്ചാൽ മെറ്റബോളിസം അങ്ങനെ സ്ലോ ഡൗൺ ആവും, ഫാറ്റ് അക്യുമുലേറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ആളുകൾ ഇങ്ങനെ തടിച്ചു വരും. പീരിയഡ്സ് ഡിലേ, അതായത് എങ്ങനെയാണോ PCODയുടെ ലക്ഷണം അതേപോലെ തന്നെ 2 മാസത്തിനൊരിക്കൽ 3 മാസത്തിനൊരിക്കൽ അങ്ങനെ കാണിക്കാൻ തുടങ്ങും. പിന്നെ അമിതമായിട്ട് അവർക്ക് വേർപ്പല്ല, ഒരു ബുദ്ധിമുട്ട്, അവർക്ക് തീരെ ഉറക്കമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷനിൽ കൂടുതലായിട്ട് കണ്ടുവരും. പിന്നെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞ മലബന്ധം ഹൈപ്പോ തൈറോയിഡിസം ഉള്ളത്. പിന്നെ അവർക്കൊരു പ്രക്രിയ കണ്ടുവരുന്നത് എന്താ വെച്ചാൽ അവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് വീക്കായിരിക്കും ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ. ഫ്രീക്വൻ്റ് ആയിട്ട് ഇവർക്ക് കോൾഡ് ഇൻടോളറൻസ് എന്ന് പറയും. അവർക്ക് തണുപ്പ് തീരെ പറ്റൂല. എന്നുവെച്ചാൽ ചെറിയ തോതിൽ എന്തെങ്കിലും തണുത്തത്, ഒരു ഐസ്ക്രീം ചെറിയ തോതിൽ കഴിച്ചാലും ജലദോഷം വരും. ഇത് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ മേജറായിട്ട് കാണുന്ന സിംറ്റമാണ്. ഇതിൽ TSH എന്ന് പറയുന്നത് 4-5 ആ ലെവലിലൊക്കെ കൂടി റേസ്ഡ് ആയിട്ട് ചേർക്ക് 18-15 ഇങ്ങനെയൊക്കെ കാണും. അങ്ങനെ റേസ്ഡ് ആയിട്ട് കാണിക്കുന്ന കണ്ടീഷനാണ്
ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ ഹൈപ്പോ എന്ന് തൈറോയിഡിസം എന്നുള്ള കണ്ടീഷൻ പറഞ്ഞല്ലോ. ഇതിൽ തന്നെ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ വേറൊരു വെറൈറ്റി ഫോം ഉണ്ട്, ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയും. അതായത് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ഫോറിൻ ബോഡി കടന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷി, കംപ്ലീറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും, അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഈ പ്രതിരോധ ശേഷി നമ്മുടെ സ്വന്തം സെൽസിനെ തന്നെ തിരിച്ചറിയാതെ തൈറോയ്ഡ് ഗ്രന്ഥിക്കെതിരെ പ്രവർത്തിക്കും. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് ആണ് ഈ ഹാഷിമോട്ടോസ് എന്ന് പറയുന്നത്. ചിലർക്ക് തൈറോയിഡിന്റെ ആ ഒരു വീക്കം കൂടുതലായിട്ട് ഉണ്ടാവും. എന്നാൽ ഈ ഹൈപ്പോതൈറോയിഡിസം പോലെ TSH കൂടുതലായിരിക്കും, പക്ഷെ അവർ മെലിഞ്ഞ് വരുന്നുണ്ടാവും. അപ്പോൾ ഇവർക്ക് നമ്മൾ ചെയ്യാൻ പറയുന്ന ടെസ്റ്റ് ഇത് TSH ഫ്രീ T4 മാത്രമല്ല, ആൻറ്റി TPO പറയും. അതാണ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുക. ആൻറ്റി TPO ഹൈ ലെവലിൽ കാണിക്കും ഇവർ. ആൻറ്റി TPO പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ് എന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ത്രീകളിലാണ് കൂടുതൽ എന്നുണ്ടെങ്കിലും പുരുഷന്മാരിലും ഈ ഓട്ടോഇമ്യൂൺ തൈറോയിഡൈറ്റിസ് ഇപ്പോൾ കാണുന്നുണ്ട്. ചിലർക്ക് ഈ ആൻറ്റി TPO 1000 ലെവലിൽ കൂടുതലായിട്ടൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ കുറേ സിംറ്റംസ് നമുക്ക് എന്തിനാ മെലിഞ്ഞു പോകുന്നതെന്ന് അറിയില്ല ചിലർക്ക്. തൈറോയിഡ് എന്നാ ഇത് അപ്പൊ എന്നെ വണ്ണം വെക്കുന്ന തൈറോയിഡ് ആണല്ലോ ഡോക്ടറെ, എനിക്ക് അങ്ങനെ തന്നെ പറയും. ഡോക്ടർ എനിക്ക് TSH കൂടുതലാണ്, വണ്ണം വെക്കുന്ന തൈറോയിഡ്, എന്നിട്ടും ഞാൻ മെലിഞ്ഞിട്ടാണ് പോകുന്നത്, ഭയങ്കര വെയിറ്റ് ലോസ് ആവുന്നുണ്ട്. അപ്പം ആൻറ്റി TPO ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാരണം മനസ്സിലാവും. അവിടെ നമുക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റിവേഴ്സ് ബാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത് കാരണം വരുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കം ഉള്ളവർക്ക് നമ്മൾ ഇന്റേണലി നമ്മൾ മെഡിസിൻസ്, ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്ക്രോഫിലേറിയ നോഡോസ എന്ന് പറഞ്ഞ മരുന്ന് വളരെ എഫക്റ്റീവാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാജ് ചെയ്യുന്നത് തൈറോയിഡിൻ്റെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വളരെ ഹെൽപ്ഫുൾ ആകും. അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് വാൾനട്ട് ഓയിലാണ് നമ്മൾ പറയുന്നത്. വാൾനട്ട് ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് സർക്കുലർ മോഷനിൽ അതേപോലെ തന്നെ മുകളിലോട്ട് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് മോർണിംഗും ഈവനിങ്ങും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവാണ്. ആ ഒരു തൈറോയിഡിൻ്റെ ഗ്രന്ഥി അതിൻ്റെ ചുരുക്കം ആവാനും അതിൻ്റെ ഹോർമോണൊക്കെ ബാലൻസിൽ നിൽക്കാനും വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു മസാജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടറെ, എങ്ങനെയാണ് ഇപ്പോൾ തൈറോയിഡ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് മാറുന്നത്? തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് അബോർഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. തൈറോയിഡിൻ്റെ ആ ഒരു ഹോർമോൺ TSH ലെവൽ കുറഞ്ഞു വരുമ്പോൾ. ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷനിൽ നമ്മൾ എങ്ങനെയാണോ PCOD അതുപോലെ തന്നെ ഇറഗുലർ പീരിയഡ്സ് വരും അവർക്ക്. ഒവുലേഷൻ, അണ്ടം പ്രോപ്പറായിട്ട് ഒവുലേറ്റ് ചെയ്യില്ല, ഇങ്ങനത്തെ ഇഷ്യൂസും ഉണ്ടാവും. ഇതാണ് മേജറായിട്ട് അവർക്ക് എന്താ പറയുക ഇൻഫെർട്ടിലിറ്റിനെ എഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. മെയിൽസിലാണ് എന്നുണ്ടെങ്കിൽ, ഇത് ഫീമെയിൽസിലാണ് പറഞ്ഞത്, മെയിൽസിലാണ് എന്നുണ്ടെങ്കിൽ സ്പേമിൻ്റെ ക്വാളിറ്റി, മോട്ടിലിറ്റി, കോൺസെൻട്രേഷൻ ഇതെല്ലാം തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയുമായിട്ട് ലിങ്കാണ്. തൈറോയ്ഡ് പ്രോപ്പറായിട്ട് വർക്കായില്ല എന്നുണ്ടെങ്കിൽ അത് സ്പേമിൻ്റെ ആ ഒരു ക്വാളിറ്റീനെയും ക്വാണ്ടിറ്റീനെയും ഒക്കെ തന്നെ അത് സാരമായി ബാധിക്കുന്നുണ്ടാവും. അത് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമായി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തൈറോയിഡുള്ള ആളുകൾ കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതും ഭക്ഷണം എന്തൊക്കെയായിരിക്കും? തൈറോയിഡുള്ള ആളുകൾ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധാരണഗതിയിൽ ഇപ്പോൾ ക്യാബേജ്, അതേപോലെ തന്നെ ബ്രൊക്കോളി, ക്രൂസിഫറസ് വെജിറ്റബിൾസ് ഇതൊക്കെയാണ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയുക, കോളിഫ്ലവർ. പക്ഷേ ഇതൊക്കെ നമുക്ക് നേരിട്ട് പച്ചയായിട്ട് കഴിക്കുമ്പോഴാണ് അത് തൈറോയിഡ് ഗ്രന്ഥിൻ്റെ വീക്കത്തിന് അല്ലെങ്കിൽ ഇംബാലൻസിന് കാരണമാകുന്നത്. അത് വേവിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സേഫാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കല്ലുപ്പാണ് കൂടുതലായിട്ടും ഉപയോഗിക്കാനായിട്ട് പറയാം. നമ്മൾ പൊടിയുപ്പ് അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അവോയ്ഡ് ചെയ്യാനായിട്ട് പറയും. പിന്നെ ഇവരിലും തൈറോയിഡ് പ്രശ്നം ഉള്ളവരിലും പൊതുവെ നമ്മൾ റെഡ് മീറ്റ് ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് നമ്മൾ റെഡ് മീറ്റ്സ് പരമാവധി ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. സീഡ്സ്, നട്ട്സും വളരെ എഫക്റ്റീവാണ് ഇവർക്ക്. നട്ട്സ് ഫെർട്ടിലിറ്റി കൂട്ടാനായിട്ട്, കാരണം ഇതിൽ വൈറ്റമിൻ ഇയുടെ ഒരു ലെവലും കൂടെ ഉള്ളത് കൊണ്ട് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ ആണത്. അപ്പോൾ അത് പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ വളരെയധികം സഹായകരമാവും. ഇപ്പം നമുക്ക് പിന്നെ ഇതിലിപ്പോൾ തൈറോയിഡ് പ്രശ്നം പറഞ്ഞു, നമ്മൾ PCODിൻ്റെ പ്രശ്നം പറഞ്ഞു, അതുപോലെ തന്നെ ഡോക്ടർ നേരത്തെ പറഞ്ഞൊരു പ്രശ്നമുണ്ട് ഫൈബ്രോയിഡുള്ള സ്ത്രീകൾക്കും ഈ പറഞ്ഞ പോലെ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. ശരിക്കും എങ്ങനെയാണോ ഈ ഫൈബ്രോയിഡ് ഉണ്ടാവുന്നതും ഈ ഫൈബ്രോയിഡ് എങ്ങനെയാണ് ഈ പ്രഗ്നൻസി എഫക്ട് ചെയ്യുന്നതും? ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഗർഭാശയ മുഴയാണ്. അതായത് നമ്മുടെ ആ ഒരു യൂട്രസിൽ നിന്ന് വരുന്ന ചെറിയൊരു സ്വെല്ലിംഗ് ആയിട്ട് കാണപ്പെടുന്നതാണ്. ഇത് പലപ്പോഴും ഒരു 20-30s ലേഡീസിന് ഫൈബ്രോയിഡിൻ്റെ ആ ഒരു ചാൻസ് വളരെ കുറവാണ്. 35+, 35 വയസ്സ് കഴിഞ്ഞവർക്കാണ് കുറച്ചുകൂടെ ഈ ഒരു ഫൈബ്രോയിഡ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഈ ഫൈബ്രോയിഡിൻ്റെ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എങ്ങനെയാണോ ഇപ്പോൾ PCOD സിസ്റ്റ് കുമിളകളായിട്ട് വരുന്നത്, അതേപോലെ ഇത് ഫൈബ്രോയിഡ് സിസ്റ്റുകളായിട്ട് തന്നെ വലിയ വലിയ മുഴകളായിട്ടാണ് കാണപ്പെടുന്നത്. അത് 3 ലെയേഴ്സ് ഉണ്ട് യൂട്രസിൽ, മയോമെട്രിയം, എൻഡോമെട്രിയം, അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ലെയേഴ്സിൽ നിന്നും അങ്ങനെ പുറത്തേക്ക് തള്ളിയിട്ടാണ്. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ
ഇപ്പൊ അത് എവിടെ ഉണ്ടെന്നുള്ളൊരു പൊസിഷനെയും കൂടി ബേസ് ചെയ്തിട്ടായിരിക്കും. എല്ലാ ഫൈബ്രോയിഡും പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്, ആ ട്യൂബിന്റെ വരുന്ന വഴി അത് കറക്റ്റ് യൂട്രസുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ഇവിടെ ബ്ലോക്കേജ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസീവിങ് ഡിഫിക്കൽട്ട് ആയിരിക്കും. എന്നാൽ അതിൻ്റെ ഒരു പൊസിഷൻ കുറച്ചുകൂടി വേരിയേഷൻ ആയിട്ട് ബാക്കിലോട്ടോ അങ്ങനെയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൺസീവ് ആവാം. പക്ഷെ കൺസീവ് ആയി കഴിയുമ്പോൾ ഈ കുട്ടി വളരുന്നതിനോടുകൂടെ തന്നെ പലർക്കും അതൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും, ഈ ഫൈബ്രോയിഡും ഇങ്ങനെ വളർന്നു വരും. അപ്പോൾ അത് ചില സമയത്ത് എന്താകും, ഈ കുട്ടിയുടെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ നമുക്കത് ഫൈബ്രോയിഡ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ന്യൂ മെത്തേഡ്സ് ഒക്കെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ നമ്മുടെ മെഡിസിൻസ് വഴിയും നോക്കാം. അതല്ലാതെ തന്നെ ഇപ്പോൾ ചിലർ എന്താ പറയുക, ഫൈബ്രോയിഡ് കാരണം ബ്ലീഡിങ് ഹെവി ആയിട്ട് പോകുമല്ലോ, അങ്ങനെ ടൈമിൽ പലപ്പോഴും യൂട്രസ് തന്നെ റിമൂവ് ചെയ്യണം, ഹിസ്റ്ററക്ടമി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അപ്പം അതല്ലാതെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. ഈ ഫൈബ്രോയിഡ് ഒരു സ്ഥലത്താണ് വലുതായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള ടെക്നിക്കാണത്. അവിടേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യുക, എംബോളൈസേഷൻ ചെയ്യുക, അതിലോട്ടുള്ള രക്തയോട്ടം, അതിനെന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടുമ്പോഴാണല്ലോ ഓട്ടോമാറ്റിക്കലി അത് വളരുന്നത്. അതിലോട്ടുള്ള രക്തയോട്ടം ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫൈബ്രോയിഡ് ചുങ്ങാനായിട്ട് തുടങ്ങും. ഇത് ഒരുപാട് ഇൻവേസീവ് മെത്തേഡ് അല്ല, എളുപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ്. ഇപ്പം ഡോക്ടർ ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ചിട്ടുള്ള ഫൈബ്രോയിഡ് ആയിക്കോട്ടെ, തൈറോയിഡ് ആയിക്കോട്ടെ, നമ്മളെ ബാക്കി PCOD ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളെ പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ നമുക്ക് അതിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. അതായത് മിസ്കാരേജ് ഉണ്ടാവാനൊക്കെ സാധ്യതകളാണ് പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും PCOD കേസുകൾ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി കേസുകൾ ഞാൻ മനസ്സിലാക്കിയത് ഇതല്ലാതെ കോണ്ടാക്ട് ചെയ്യുന്നതിലുണ്ടാവുന്ന പ്രശ്നങ്ങളും പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. ഇപ്പോൾ വജൈനസ്മസ് പോലെ സ്ത്രീകൾക്ക് സെക്ഷൽ ബന്ധപ്പെടാനുള്ള അറിവില്ലാത്ത അല്ലെങ്കിൽ അതിൻ്റെ പേടിയുള്ളത് കൊണ്ടായിക്കോട്ടെ, അതല്ലാതെ എപ്പം ബന്ധപ്പെടണം എന്നറിയാത്തതും ഭയങ്കര പ്രശ്നമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയുള്ള ഒരു സാധനമാണ്. ശരി, എന്താണ് വജൈനസ്മസ് എന്ന് പറയുന്നത്? അത് ആർക്കാണ് വരുന്നത്? വജൈനിസ്മസ് ആക്ച്വലി ഇത് സ്ത്രീകളുടെ എനിക്ക് വന്നൊരു കേസിൽ അവരെന്താ വെച്ചാൽ ഓൾമോസ്റ്റ് 6-7 years ആയി മാരേജ് ആയിട്ട്, പക്ഷേ അവർക്ക് ഇതുവരെ ബന്ധപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല. അതിന് മെയിൻ റീസൺ ഈ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഇത് തന്നെയാണ്. അത് വജൈനിസ്മസ് എന്ന് പറയുന്നത് പെനിട്രേഷൻ ചെയ്യുന്ന ടൈമിൽ വജൈന ഓട്ടോമാറ്റിക്കലി കോൺട്രാക്റ്റ് ആയി പോവുക, ലോവർ തേർഡ് ലാസ്റ്റത്തെ ഭാഗം 1/3 ഭാഗം അങ്ങനെ ചുരുങ്ങി പോവുക, മസ്കുലാർ സ്പാസം പോലെ. എന്തെങ്കിലും ഒരു കാര്യം അറിയാതെ നമുക്ക് വരുന്ന ടൈമിൽ ബോഡി അതിന് റെസ്പോണ്ട് ചെയ്യും. പക്ഷേ ഇവർക്ക് ഇത് കൂടുതലായിട്ട് കോൺട്രാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് ഒട്ടും തന്നെ പെനിട്രേഷൻ പോസിബിൾ അല്ലാതെയും അങ്ങനെയുള്ള ടൈമിൽ ഡെഫിനറ്റ് ആയിട്ടും ഇവർക്ക് കൺസീവിങ്ങും പോസിബിൾ ആവില്ല. അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും ഇതൊക്കെ തന്നെ അതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ വെജൈനിസ്മസിന് മെയിൻ കോസ് എന്ന് പറയുന്നത് ഒന്ന് സ്ത്രീകളുടെ മൈൻഡ് റിലേറ്റഡ് ഇതാണ്. കാരണം പലപ്പോഴും സെക്ഷൽ ടാബൂസ് എന്നൊക്കെ പറയും, ചെറുപ്പം തൊട്ട് തന്നെ ഒരു എന്താ പറയുക, ഒരു സെക്ഷുവൽ ഹെൽത്തിനെ കുറിച്ചോ അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തത്, ഒരു സെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പേടിയായിട്ടുള്ള സംഭവം അങ്ങനെയാണ് മനസ്സിൽ ധരിച്ചു വെച്ചിരിക്കുക, അല്ലെങ്കിൽ അൺഹെൽത്തി ആണ്, ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ആ ഒരു മനസ്സിൽ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ടാവുക. ആ ഒരു റീസൺ ആണ് മെയിൻലി ഈ ഒരു എന്താ പറയുക സ്പാസത്തിന് റീസൺ ആവുന്നത്. അതേപോലെ പലപ്പോഴും പല ആളുകളുടെയും സ്റ്റോറീസ് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ടൈമിൽ ഭയങ്കര പെയിൻ ആയിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് വേറെ വേറെ ലെവലാണ്. അപ്പൊ ഈ സ്റ്റോറീസ് ഒക്കെ മൈൻഡിൽ കയറ്റിയിട്ടായിരിക്കും പലപ്പോഴും കോൺടാക്റ്റിലാവുന്നത്. അപ്പോൾ ആ ടൈമിൽ ഓട്ടോമാറ്റിക്കലി ബോഡി റെസ്പോണ്ട് ചെയ്യില്ല, അത് കോൺട്രാക്റ്റ് ആവാനായിട്ട് തുടങ്ങും. മസിൽസ് സ്പാസം ആവുന്ന ടൈപ്പിലുള്ളതാണ്. സിവിയർ വെജൈനിസ്മസ് ആവുന്ന കണ്ടീഷൻസ് ഉണ്ട്, മൈൽഡ്, മോഡറേറ്റ്, അങ്ങനെ 3 ലെവലുണ്ട്. ഇത് ശരിക്കും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കോസ് തന്നെയാണ്. കാരണം ഇവർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം നോർമൽ ആയിരിക്കും, പക്ഷെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ റീസൺ. അപ്പോൾ അതിനെ നമ്മൾ കൗൺസിലിംഗ് കം മെഡിക്കേഷൻസ് അങ്ങനെ കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ടും ഇഫക്റ്റീവ് ആകുന്നത്. അത് നമ്മൾ പാർട്ട്ണറിനോടും പറയാറുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് പെനിട്രേഷൻ അല്ലാതെ കുറേ ടൈം ഫോർപ്ലേയിൽ അങ്ങനെ ഇതാക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിനൊരു ഡിഫറൻസ് കാണാറുണ്ട്. അപ്പോൾ അത് നമ്മളൊരു കപ്പിൾ കൗൺസിലിംഗ് തന്നെ കൊടുത്തിട്ടാണ് അതിൽ പ്രൊസീഡ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ മറ്റൊരു വിഷയം പറഞ്ഞതാണ് ട്യൂബുലാർ ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും എന്താണ്, അതെങ്ങനെയാണ് വരുന്നത്? ഫലോപ്പിയൻ ട്യൂബ് വഴിയാണ് ശരിക്കും ഒരു എംബ്രിയോ നമ്മൾ യൂട്രസിൽ വന്ന് പതിക്കുന്നത്. അപ്പം അതിൽ എന്തെങ്കിലും ബ്ലോക്കേജ്, ഈ ബ്ലോക്കേജ് എന്ന് പറയുന്ന റീസൺ ഒന്ന് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. എന്തെങ്കിലും നമ്മുടെ യൂട്രസിൽ ഇൻഫെക്ഷൻ വരെ അല്ലെങ്കിൽ ആ പെൽവിസ് ഭാഗത്ത് എന്തെങ്കിലും ഓർഗൻസിൽ നീർക്കെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതിനെ ചുറ്റും ഹൈഡ്രോസൾഫിങ്സ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്. ഈ ട്യൂബിനെ ചുറ്റും നീർ കെട്ടിയിട്ട് അതിൽ ബ്ലോക്കേജ് ഉണ്ടാവും. പിന്നെ മുന്നേ ഇപ്പോൾ ട്യൂബർക്കുലോസിസ് വന്ന സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവർക്കും ഈ ഒരു ഇൻഫ്ലമേഷൻ
ഇതിൽ വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ട്യൂബിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ബ്ലോക്കേജ് ആവുന്ന സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ ഇത് സർജിക്കൽ കറക്ഷൻസും ഉണ്ട്, മെഡിക്കൽ കറക്ഷൻസ് ആകുമ്പോൾ കുറച്ച് ലോങ് ടേം ആയിട്ട് എടുക്കേണ്ടി വരും. സർജിക്കൽ കറക്ഷൻസ് തീരെ 2 ട്യൂബും കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്കുള്ളൊരു സജഷൻ എന്ന് പറയുന്നത് IVF തന്നെയായിരിക്കും അതിന് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നമ്മളിപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ പണ്ട് കാലത്തൊക്കെ ആളുകൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് സ്ത്രീകളായിരുന്നു. പക്ഷെ പിന്നീടാണ് അത് സ്ത്രീകളെക്കാളും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഏകദേശം അതുപോലെ തന്നെ പുരുഷന്മാർക്കും വരാറുണ്ട്. അതുകൊണ്ട് കാരണം ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ പുരുഷന്മാർക്ക് വന്ധ്യത ഉണ്ടാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? പുരുഷന്മാർക്ക് മെയിൻലി ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പ്രൈമറി ഹൈപ്പോഗൊണാഡിസം ഒരു റീസണാണ്. അതായത് പ്രൈമറി ഹൈപ്പോഗൊണാഡിസം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ FSH എന്നുള്ള ലെവൽ ഭയങ്കര കൂടി വരാം. അവർക്ക് ടെസ്റ്റിസിൽ പ്രൊഡക്ഷനേ ആവുന്നില്ല, സ്പേം പ്രൊഡക്ഷൻ ആവുന്നില്ല, ഇങ്ങനെ ഒരു റീസൺ. പിന്നെ സ്പേം പ്രൊഡക്ഷനൊക്കെ ആവുന്നുണ്ട്, എന്നാൽ അവർക്ക് മോട്ടിലിറ്റിയുടെ ഒരു പ്രശ്നം, നമ്മുടെ സ്വിം ചെയ്ത് ഓവത്തിൻ്റെ അവിടെ എത്തണമല്ലോ, അതിൻ്റെ കപ്പാസിറ്റി ഇല്ലാതാവുക, മോട്ടിലിറ്റിയുടെ പ്രശ്നം. പിന്നെ ചിലർക്ക് മോർഫോളജി എന്ന് പറയും, അതായത് നോർമൽ ഫോംസിലുള്ള സ്പേംസ് വളരെ കുറവാണ്. ഇതിന്റെ മെയിൻ ആയിട്ട് അവർക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് വെരിക്കോസീൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഒരു 50% ആളുകൾക്കും അതൊരു മേജർ റീസൺ ആയിട്ട് വരുന്നുണ്ട്. വെരിക്കോസീൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ കാലിലെ വെരിക്കോസ് വെയിൻ സെയിം തന്നെയാണത്. ടെസ്റ്റിസിനെ ചുറ്റുമുള്ള വെരിക്കോസ്, ആ വെയിനുകൾ സിരകൾ ചുരുണ്ടുകൂടി കിടക്കുക, ഇതൊരു ബ്ലോക്കേജ് ആയിട്ടുണ്ടാവും. അപ്പോൾ സെമൻ അനാലിസിസ് ചെയ്യുന്ന ടൈമിൽ കൗണ്ട് തീരെ കാണില്ല, അത് ഒരു റീസൺ. പിന്നെ മുന്നേ അവർക്ക് ഈ മംസ് എന്ന് പറഞ്ഞ താടവീക്കം, ഉണ്ടിനീര്, അത് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ചിലർക്ക് ഓർക്കൈറ്റിസ് എന്ന് പറയും, ടെസ്റ്റിസിൻ്റെ ഇൻഫ്ലമേഷൻ ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ എപ്പോഴും ഇൻഫെർട്ടിലിറ്റിയിൽ ഇതൊരെണ്ണം ചോദിക്കും, മംസ് മുന്നേ വന്നിട്ടുണ്ടോ, മുണ്ടിനീര് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതും ടെസ്റ്റിസിൻ്റെ ആ ഒരു സ്പേം പ്രൊഡക്ഷനെ സാരമായിട്ട് തന്നെ ബാധിക്കുന്ന ഒന്നാണ്. പിന്നെ അതേപോലെ ഹോർമോൺ ഇതിൽ മെയിൻലി വരുന്നത് നമ്മുടെ ഇവരിലും പ്രൊലാക്റ്റിൻ ലെവൽ ചില മെയിൽസിൽ പ്രൊലാക്റ്റിൻ കൂടി കണ്ടുവരാറുണ്ട്. അങ്ങനെ കൂടി കണ്ടുവരുമ്പോഴും അതേപോലെ തൈറോയിഡിൻ്റെ ഇംബാലൻസും മെയിൽസിലെ ഒരു മേജർ റീസൺ തന്നെയാണ്. ഇപ്പോൾ അതിൽ ഡോക്ടർ ഒരുപാട് കണ്ടീഷൻസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്പേമിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ്, അല്ലെങ്കിൽ അതിൻ്റെ മോട്ടിലിറ്റി ഇഷ്യൂസ്, അതിൻ്റെ കൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെന്താ പ്രൈമറി ഹൈപ്പോഗൊണാഡിസം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ ബാധിക്കുന്ന പ്രശ്നം ഇതിലേതാണ്? ഇതിൽ വാരിക്കോസീലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൗണ്ട്, വാരിക്കോസീൽ കാരണം കൗണ്ട് എഫക്റ്റ് ചെയ്യാം. അതായത് ഒരു 2 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കൗണ്ട് കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഇതിലെ USG സ്ക്രോട്ടൽ സ്കാൻ എന്ന് പറയും, നമ്മുടെ ആ ഒരു സ്ക്രോട്ടം സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഏത് ഗ്രേഡിലാണ് ഉള്ളത് വെരിക്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഈ വെരിക്കോസിറ്റി എന്ന് പറയുന്നത്, അല്ലെ വെരിക്കോസീൽ എന്ന് പറയുന്നത് എന്താണ്? വെരിക്കോസീൽ എന്ന് പറഞ്ഞത് നമ്മൾ കാലിലെ ഞരമ്പുകൾ എങ്ങനെയാണോ വെരിക്കോസ് നമ്മൾ സിരകൾ ചുരുണ്ട് കിടക്കുന്നത്, അതേപോലെ ചില സമയങ്ങളിൽ പ്രഷർ കാരണമായിരിക്കാം, സ്ട്രെസ് കാരണം റിലേറ്റഡ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് അതിലത്തെ സിരകൾ ഇങ്ങനെ ഭയങ്കര ചുരുണ്ട് കിടക്കും. അപ്പോൾ ചെറിയ ബ്ലോക്ക് ആണെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ചുരുണ്ട് കിടക്കുന്നത് കൊണ്ട് അവിടെയുള്ള കംപ്ലീറ്റ് സ്പേം പുറത്തോട്ട് വരുന്നത് തന്നെ ബ്ലോക്ക് ആവും. അപ്പോൾ കൗണ്ട് നോക്കുമ്പോൾ ചിലപ്പോൾ മോട്ടിലിറ്റി ഉണ്ടാവില്ല, ചിലർക്ക് കൗണ്ടൊക്കെ ഉണ്ടാവും, എന്നാൽ സ്വിമ്മിങ് കപ്പാസിറ്റി കുറവായിരിക്കും. ഇതൊക്കെ ഈ വെരിക്കോസൈലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്പേം കൗണ്ടിലോ അല്ലെങ്കിൽ സെമൻ അനാലിസിസിലോ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോൾ, എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ മോർഫോളജി എന്ന് പറയുന്നത്, ശരിയായിട്ടുള്ള എത്ര സ്പേം ഉണ്ട്, എത്ര മില്യൺ ഉണ്ട് എന്നുള്ളതിലല്ല കാര്യം, 4% നോർമലി ഹെൽത്തി ആയിട്ടുള്ള സ്പേം ഉണ്ടാവണം. ഹെഡ്, അതിൽ ഒരു സ്പേമിൻ്റെ ഇതിൽ ഹെഡ് ടെയിൽ ഒക്കെ ഉണ്ടാവും. നോർമൽ മോർഫോളജിയിൽ ഉള്ളത് എത്രയാണെന്നുള്ളത് നമ്മൾ നോക്കും. അത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെരിക്കോസീൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തിട്ടാണ് ഫർദർ പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വെരിക്കോസീൽ ഉണ്ടെങ്കിൽ സർജറി നിർബന്ധമാണ് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇല്ല, വെരിക്കോസീൽ 4 ഗ്രേഡ് ഉണ്ട്. ഇതിൽ 4ാമത്തെ ഗ്രേഡ് ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. അങ്ങനെ പെയിൻ സഹിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾ സർജറി സജഷൻ ചെയ്യുക. ബാക്കി ഫസ്റ്റ് 3 ഗ്രേഡും പെയിൻ അധികം തന്നെ ഉണ്ടാവില്ല. പിന്നെ ഈ വെരിക്കോസിലുള്ളവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒന്ന് എന്താ വെച്ചാൽ, നമ്മൾ സിറ്റ്സ് ബാത്ത് കോൺടാക്റ്റിന് ബിഫോർ ആയിട്ട്, ഈ വെരിക്കോസിലുള്ളവർക്ക് ഓൾറെഡി നരമ്പ് ചുരുണ്ട് കിടക്കുന്നുണ്ട്, അവിടെ ബോഡി ഹീറ്റ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ ഈ കോൾഡ് ബാത്ത് പറയും, സിറ്റ്സ് ബാത്ത് ഉള്ള വട്ടപാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് കുറച്ച് നേരം ഇരിക്കുക കോൺടാക്റ്റിന് ബിഫോർ. അപ്പോൾ ബോഡി ഹീറ്റ് പരമാവധി റെഡ്യൂസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്ഫുള്ളാണ്. അത് വളരെയധികം എഫക്റ്റീവാണ് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ.
ഓക്കെ. ഇപ്പോൾ അതുപോലെ ഡോക്ടർ ഇപ്പം നേരത്തെ പറഞ്ഞതാണ് സ്പേമിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. സ്പേമിൻ്റെ ക്വാളിറ്റി നശിപ്പിക്കുന്ന പുരുഷന്മാർ ചെയ്യുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? അതിൽ മെയിനായിട്ട് വരുന്നത് സ്മോക്കിംഗ് ഒന്ന്. ഓക്കെ. സ്മോക്കിംഗ്, പുകവലി, അതേപോലെ മദ്യപാനം, അതും ഒരു റീസണാണ് സ്പേമിൻ്റെ ക്വാളിറ്റി ഇതാക്കുക എന്നുള്ളത്. പിന്നെ അമിതമായിട്ടുള്ള വണ്ണം, ഒബിസിറ്റി എന്ന് പറയുന്നത്, ഫാറ്റി ഫുഡ് അധികം കഴിച്ച ഒബിസിറ്റി. കാരണം ഇതെങ്ങനെ റിലേറ്റ് ആവും നമ്മൾ വിചാരിക്കും. ഇതിലൊരു മെയിൻ റീസൺ എന്താ വെച്ചാൽ ഫാറ്റ് കൂടുതലായിട്ട് വയറിൽ അക്യുമുലേറ്റ് ആവുന്ന സമയത്ത് ഈ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന പുരുഷ ഹോർമോൺ ഉണ്ടല്ലോ, ഇത് ഒരുതരം എൻസൈമും കാര്യങ്ങളൊക്കെ അതിൽ റിയാക്ട് ചെയ്തിട്ട് സ്ത്രീ ഹോർമോണായി മാറാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് എസ്ട്രോജനും ടെസ്റ്റോസ്റ്റിറോണും മെയിൽസിനും ഫീമെയിൽസിനും കാണും. എന്നാൽ പുരുഷന്മാരിൽ ഈ ടെസ്റ്റോസ്റ്റിറോൺ വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഇത് കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും. അമിതവണ്ണം മെയിൻ റീസൺ ആണ്. ഇതാണ് മേജർ തെറ്റ് വരുന്നത് മെയിലിൻ്റെ ഭാഗത്തു നിന്നും. അപ്പോൾ ഈ സ്പേമിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്പേം ക്വാളിറ്റി കൂട്ടാനായിട്ട് വൈറ്റമിൻ ഇ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിലും നട്ട്സ്, സീഡ്സ് വളരെയധികം എഫക്റ്റീവാണ്. അതേപോലെ തന്നെ പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടും. ഫാറ്റ് മാത്രമാണ് കൂടുതലായിട്ടും ഒഴിവാക്കേണ്ടത്. പക്ഷേ പ്രോട്ടീൻ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണം വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഒമേഗ 3 ഫാറ്റി ആസിഡ് അതും വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഇപ്പം ഡോക്ടർ നേരത്തെ വെരിക്കോസിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ സ്പെം ക്വാളിറ്റി എന്ന് പറയുന്നത്. സ്പെം നശിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, അതിൻ്റെ മോട്ടിൽ എല്ലാം പറഞ്ഞു. ഇപ്പം സ്പെമിൻ്റെ ക്വാളിറ്റി നശിപ്പിക്കുന്ന പുരുഷന്മാർ ചെയ്യുന്ന ഒരു 4 മിസ്റ്റേക്കുകൾ പറയാൻ പറഞ്ഞാൽ അതെന്തൊക്കെയായിരിക്കും? പുകവലി, സ്മോക്കിംഗ് ആണ് ആദ്യത്തെ മിസ്റ്റേക്ക്. രണ്ടാമത്തേത് ആൽക്കഹോളിൻ്റെ ഇൻടേക്ക്, അമിതമായിട്ട് മദ്യപിക്കുക. അത്. മൂന്നാമത് അമിതമായിട്ടുള്ള ഫാറ്റ്, കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ ദിവസവും ഒരു 6-8 മണിക്കൂർ പ്രോപ്പർ ഉറക്കം കിട്ടാത്ത അവസ്ഥ, സ്ലീപ്പിൻ്റെ ഷെഡ്യൂൾ ടോട്ടൽ മാറി. ഈ 4 സ്പേമിൻ്റെ ക്വാളിറ്റി കുറയ്ക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം സ്പേമിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം എന്തൊക്കെയാണ്? സ്പേമിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വൈറ്റമിൻ ഇ, അതേപോലെ സിങ്ക്, സെലീനിയം ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത്. അതിൽ സിങ്ക്, സെലീനിയം ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ സീ ഫുഡ്സിലെല്ലാം കക്ക, അങ്ങനെ ഷെൽസ് ഉള്ളതിലൊക്കെ തന്നെ നിറയെ എന്താ പറയുക, നമ്മുടെ ഈ ഒരു മെയിൽ ഹോർമോൺസ് അധികം പ്രൊഡ്യൂസ് ചെയ്യാനും അതേപോലെ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്നവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സീഡ്സിൽ സൺഫ്ലവർ സീഡ്സ്, അതേപോലെ തന്നെ സെസമേ, നമ്മുടെ എള്ളിൻ്റേത്, പിന്നെ പംകിൻ സീഡ്സ്, അങ്ങനെ എല്ലാ വിത്തുകളും വളരെ ഇഫക്റ്റീവാണ് ഈ ഒരു ഇൻഫെർട്ടിലിറ്റി കേസിൽ അല്ലെങ്കിൽ സ്പേം ക്വാളിറ്റി കൂട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളെ സ്പേമിൻ്റെ ക്വാളിറ്റി നശിപ്പിക്കുന്ന ഫുഡുകൾ എന്തൊക്കെയാണ്? സ്പേമിൻ്റെ ക്വാളിറ്റി നശിപ്പിക്കുന്ന ഫുഡ് എന്ന് വെച്ചാൽ അതിൽ ആദ്യം വരുന്നത് ഫാറ്റി ഫുഡാണ്. ഫാറ്റി ഫുഡ്, ഫ്രൈഡ് ഐറ്റംസ് ആണ് കൂടുതലായിട്ട്. ഷുഗർ അധികമായിട്ട് അടങ്ങിയിട്ടുള്ളത്, റിഫൈൻഡ് കാർബ്സ് അധികം അടങ്ങിയിട്ടുള്ളതും ഷുഗർ അധികം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, ഇതൊക്കെയാണ് കൂടുതലായിട്ടും മെയിലിൻ്റെ ഒരു സ്പേം ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പം സ്പേമിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതും എവിടെയെങ്കിലുമൊക്കെ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഒരാഴ്ച നമ്മൾ ഇജാക്കുലേറ്റ് ചെയ്യാതെ നിന്നാൽ നമ്മളെ സ്പേമിൻ്റെ ക്വാളിറ്റി കൂടുന്നുള്ളത്. അത് ശരിയാണോ? അത് വെറും ഒരു മിത്ത് മാത്രമാണ്. കാരണം ഇജാക്കുലേഷൻ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 to 3 ദിവസം ഇജാക്കുലേറ്റ് ചെയ്യാതെ ഇജാക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ കൺസീവിങ് ആവാനുള്ള ചാൻസ് കൂടുതൽ. പക്ഷേ ഈ ഒരാഴ്ചയൊക്കെ ഇജാക്കുലേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ വോളിയം ചിലപ്പോൾ കൂടിയെന്ന് കാണാം, പക്ഷെ അതിൻ്റെ സ്പേമിൻ്റെ ക്വാളിറ്റി ഒരിക്കലും കൂടില്ല, അത് കുറയുള്ളൂ. കാരണം ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയും. ഡെഡ് സ്പേംസ് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടന്ന് പിന്നീട് ഓക്സിഡേറ്റീവ് ആ ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടായിട്ട് അത് ഒന്നുകൂടെ ക്വാളിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുക. അത് നമ്മുടെ ഒരു മിഥ്യാധാരണ മാത്രമാണ്. 1 വീക്കൊക്കെ കോൺടാക്റ്റിലാവാതെ ഇജാക്കുലേറ്റ് ചെയ്യാതെ കോൺടാക്റ്റ് ആയി കഴിഞ്ഞാൽ ക്വാളിറ്റി അങ്ങ് കൂടുന്നു, വോളിയം കൂടും, പക്ഷേ ക്വാളിറ്റി കൂടില്ല. ഇപ്പോൾ ഡോക്ടറെ, സ്പേമിൻ്റെ ക്വാളിറ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പേമിൻ്റെ മോട്ടിലിറ്റി എന്ന് പറയുന്നത്. സ്പേമിൻ്റെ മോട്ടിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഒമേഗ 3 ഫാറ്റി ആസിഡ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അവക്കാഡോ, അതേപോലെ തന്നെ ചെറു മത്സ്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇലക്കറികളും വളരെ എഫക്റ്റീവാണ്. ഫോളേറ്റ് കണ്ടന്റ് അധികം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഇലക്കറികളിൽ. അപ്പോൾ ഫോളേറ്റ് കണ്ടന്റ് അധികമുള്ളത് എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ആൽമണ്ട്സ്, ബദാം വളരെ എഫക്റ്റീവാണ്. നട്ട്സ്, സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും വളരെ എഫക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ഈ ഒരു സ്പേമിൻ്റെ മോട്ടിലിറ്റി കൂട്ടാനായിട്ട് സഹായകരമാവുന്ന ഒന്നാണ്. അതേപോലെ മാക്സിമം ഹീറ്റ്,
ചൂട് അധികം ഒരു എക്സ്പോഷർ ആവുന്നതിൽ നിന്നും കുറച്ച് മാറി നിൽക്കുന്നതാണ് നല്ലത്. അത് സ്പേമിന്റെ മോട്ടിലിറ്റിനെ സാരമായി തന്നെ ബാധിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ചൂടിന്റെ വിഷയം പറഞ്ഞ സമയത്താണ് നമ്മൾ ഈ ഡ്രൈവേഴ്സ് അതുപോലെ തന്നെ ലോക്കോ പൈലറ്റുകളൊക്കെ ഒരുപാട് നേരം ഇരുന്നും അല്ലെങ്കിൽ ചൂടുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഹോട്ടലിലുള്ള ഷെഫുമാർ ഇവരൊക്കെ ഒരുപാട് സമയം ഹീറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പം ഇവർക്ക് വന്ധ്യത ഉണ്ടാകാൻ കാരണം ഈ ഹീറ്റ് തന്നെയാണോ? അതെ, ഇവർക്ക് വന്ധ്യത ഉണ്ടാവാനുള്ള മേജർ റീസൺ ഹീറ്റ് തന്നെയാണ്. നമ്മുടെ ബോഡിയിൽ ആ ഒരു സ്പേമിൻ്റെ ഉൽപ്പാദനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ താപനില 37 ഡിഗ്രിനേക്കാളും ഒരു 2-3 ഡിഗ്രി താഴ്ന്നിട്ട് വേണം ഇരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് മെയിൽസിൽ ആ ഒരു ടെസ്റ്റിസ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ബോഡി പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇവർ കൂടുതൽ ഹീറ്റായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഒരുപാട് ചൂട് തരുന്ന ടൈപ്പിലുള്ള വർക്ക് അവരുടെ ജോബ് അങ്ങനെ ആവുന്ന ടൈം ബോഡി ഹീറ്റ് അമിതമായിട്ട് കൂടും. അത് ടെസ്റ്റിസിൻ്റെ ആ ഭാഗത്തുള്ള ഹീറ്റും ഭയങ്കരമായിട്ട് കൂടും. ഇത് സ്പേമിൻ്റെ പ്രൊഡക്ഷനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. മോട്ടിലിറ്റി കുറയും, കൗണ്ട് കുറയും. അപ്പോൾ അധികം ചൂടുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവർ അതിൻ്റെതായ ഒരു റെസ്റ്റ് പീരീഡും കൂടെ കണക്കാക്കണം. ഇപ്പോൾ എത്ര മണിക്കൂറാണ് അവർ വർക്ക് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ കൂടുതലായിട്ട് ബോഡി ഹീറ്റ് കുറയ്ക്കത്തക്ക രീതിയിൽ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സിറ്റ്സ് ബാത്ത് എന്നുള്ള കോൾഡ് സിറ്റ്സ് ബാത്ത് അത് റെഗുലറായിട്ട് അവർക്ക് മോർണിംഗും ഈവനിങ്ങും അത് അങ്ങനെ ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിരിക്കും. പിന്നെ അധികം ബോഡി കൂളാക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൂടുതലും എടുക്കാനും അതേപോലെ ഹൈഡ്രേറ്റ് അത്യാവശ്യം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇപ്പം ഡോക്ടർ നമ്മളിപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ സ്ത്രീകളതും പുരുഷന്മാരതൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു, പ്രശ്നങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളെ ഇൻഫെർട്ടിലിറ്റിക്ക് ഏറ്റവും കാരണമാകുന്ന ഏറ്റവും മോശമായിട്ടുള്ള 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെയിൽസും ഫീമെയിൽസും 2 പേർക്കും മോശമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യത്തേത് ഉറക്കം പ്രോപ്പർ അല്ലാത്ത അവസ്ഥ. പ്രോപ്പറായിട്ട് ഒരു 6-8 മണിക്കൂർ രാത്രി ടൈമിൽ ഉറങ്ങാത്ത ഒരു സിറ്റുവേഷൻ. പിന്നെ തീരെ വർക്കൗട്ട് ഇല്ലാത്തത്. കാരണം വർക്കൗട്ട് ഒന്നും ചെയ്യുന്നില്ല, ഒരു അനക്കുമില്ല, സെഡൻഡറി ആയിട്ട് ഫുൾ ടൈം ഇരിക്കുന്ന ഒരു ജോബാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ പെൽവിക് ഓർഗൻസിലോട്ട് നമ്മുടെ സെക്ഷുവൽ ഓർഗൻസിലോട്ട് രക്തയോട്ടം കുറയും. ഇത് തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു കാരണമാവും. പിന്നെ അമിതമായിട്ടുള്ള ഒരു ഫാസ്റ്റ് ഫുഡും അത് കൂടുതലായിട്ട് എടുക്കുന്നത്, ഒബിസിറ്റി എന്ന് പറഞ്ഞ അമിതവണ്ണം കൺട്രോളിലല്ലാതെ വരുന്നതും ഇൻഫെർട്ടിലിറ്റിക്ക് മെയിൻ റീസൺ ആണ്. അത് മെയിലിലാണെങ്കിലും ഫീമെയിലാണെങ്കിലും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വയറ് ചാടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റി കാരണമാകുമോ? വയറ് ചാടിയ ഒരു 80% ആളുകൾക്ക് ഇൻഫെർട്ടിലിറ്റി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിന് റീസൺ മെയിൻ എന്താ വെച്ചാൽ ഈ ഫാറ്റ് അക്യുമുലേഷൻ നമ്മുടെ സെക്സ് ഹോർമോൺസിനെ കൺവേർട്ട് ചെയ്യും. മെയിൽസിലാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോണിന്റെ ലെവൽ കുറയ്ക്കാൻ അത് മെയിൻ റീസൺ ആണ്. സ്ത്രീകളിലാണ് എന്നുണ്ടെങ്കിലും അവരുടെയും ഈ ഒരു സെക്സ് ഹോർമോൺസിന്റെ ഇംബാലൻസ് വരും. ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്രോപ്പർ അല്ലാത്ത അവസ്ഥ, ഈ ഫാറ്റ് സെൽസ് കൂടുതൽ അക്യുമുലേറ്റ് ആവുന്നത് കൊണ്ട് അതിന്റെ ഹോർമോൺസിൽ ഇംബാലൻസ് വരും. അത് ഇൻഫെർട്ടിലിറ്റിക്ക് മെയിൻ റീസൺ ആണ്. ഹോർമോൺ ഇംബാലൻസ് ആണ് ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നത്, സ്ത്രീകളിലാണെങ്കിലും അത് പുരുഷന്മാരിലാണെങ്കിലും. ഓക്കെ, ഇപ്പം അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ളൊരു വിഷയമാണ് പല ആളുകൾക്കും എപ്പോഴാണ് പ്രോപ്പറായിട്ട് ബന്ധപ്പെടേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. എപ്പം ബന്ധപ്പെട്ടാൽ പിന്നെ കുട്ടികൾ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകും. പിന്നെ ചില ആളുകൾക്ക് എന്താ പറയുക, ഇതെങ്ങനെ ബന്ധപ്പെടണമെന്നോ ഒന്നും അറിയാത്തൊരു സിറ്റുവേഷനിൽ കുട്ടികളില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ഡോക്ടർ? അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? അതെ, ഇതിൽ മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് ഇന്ന ടൈം പീരീഡ് പറഞ്ഞ് കറക്റ്റ് ഒരു ബെല്ലടിച്ച പോലെ അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് അത് സ്ട്രെസ്സാണ്. മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും സ്ട്രെസ്സാണ്. അപ്പോൾ യൂഷ്വലി നമ്മളിപ്പോൾ നോർമൽ 28 ദിവസം സൈക്കിളിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 10 കഴിഞ്ഞ് 11ാമത്തെ ദിവസം മുതൽ അടുത്ത ഒരു 5 to 6 ഡേയ്സ്, ഒരാഴ്ച ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് തന്നെ കോൺടാക്റ്റിലാവാനായിട്ട് പറയാറുണ്ട്. അതിലും കൂടുതൽ നല്ലത് ഏർലി മോർണിംഗ് കോൺടാക്റ്റിലാവുന്നതാണ്. കാരണം ഏർലി മോർണിംഗിൻ്റെ ടൈമിൽ ബോഡി ടെമ്പറേച്ചർ ഭയങ്കര ലോ ആയിരിക്കും, മെയിലിലാണെങ്കിലും ഫീമെയിലിലാണെങ്കിലും. ഇത് കൺസീവിങ്ങിൻ്റെ പ്രോബബിലിറ്റി കുറച്ചുകൂടെ കൂട്ടും. ഹോർമോൺസ് ഒക്കെ തന്നെ ഒരു ബാലൻസ്ഡ് ആയി വരുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് ഏർലി മോർണിംഗ് കോൺടാക്ട് വളരെ നല്ലതാണ്. ആൻഡ് ഈ ഓവുലേഷൻ പീരീഡ് കറക്റ്റ് ഓവുലേഷൻ കിറ്റ് നോക്കി എല്ലാ ടൈമും ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ഓവുലേഷൻ്റെ ഒരു സിംറ്റംസ് വെച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പീരിയഡ്സിൻ്റെ ഒരു 11th ഡേ മുതൽ അടുത്ത 1 വീക്കിന് ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ബന്ധപ്പെടാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മളെ ഓവുലേഷൻ കിറ്റുകൾ കാര്യങ്ങൾ, ശരിക്കും ഓവുലേഷൻ കിറ്റുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഓവുലേഷൻ കിറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് സിംറ്റംസ് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ ശരീരത്തിൽ ഓവം റിലീസ് ആകുമ്പോൾ LH എന്ന് പറഞ്ഞ ഹോർമോൺ കുറച്ച് ഹൈ ലെവലിൽ തന്നെ അത് ചുരക്കും. അപ്പോൾ ഇതാണ് യൂറിൻ വഴി നമ്മൾ എങ്ങനെയാണോ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് അതേപോലെയാണ് ഈ കിറ്റ്.
യൂറിനിൽ ഈ LH ഹോർമോണിന്റെ ലെവൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അത് 2 വരെയായിട്ട് കാണിക്കും. അപ്പോൾ അന്ന് ഓവുലേഷൻ നടന്നു എന്നതിൻ്റെ അടയാളമാണ്. സോ ആ ടൈമിൽ കോൺടാക്റ്റിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൺസീവ് ആവും. അപ്പോൾ ഓവുലേഷൻ കിറ്റ് ഹെൽപ്ഫുൾ ആണ്. പക്ഷേ ഇത് നമ്മൾ ഡെയിലി 11th ഡേ എല്ലാവർക്കും ഈ 14ാമത്തെ ദിവസം തന്നെ എല്ലായ്പ്പോഴും ഓവുലേഷൻ നടക്കണമെന്നില്ല. ചിലപ്പോൾ 12 ആവാം, ചിലപ്പോൾ 15 ആവാം. അപ്പോൾ ഓവുലേഷൻ കിറ്റിന്റെ ഇപ്പോൾ റേറ്റും കാര്യങ്ങളും അതും വെച്ച് നോക്കുമ്പോൾ എല്ലാ ദിവസവും കുറേ കിറ്റ് ഇങ്ങനെ വാങ്ങിച്ച് പ്രാക്ടിക്കലി എല്ലാവർക്കും പോസിബിൾ അല്ല. നമ്മുടെ ശരീരം കാണിക്കുന്ന ചില സിംറ്റംസ് നോക്കി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിലൊന്ന് ഞാൻ പറഞ്ഞത് ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ താപനില സ്ത്രീകൾക്ക് ഒരു പരിധിയിൽ കവിഞ്ഞു കൂടാം. പിന്നെ വജൈനൽ ഡിസ്ചാർജ് എല്ലാ ലേഡീസിനും ഉണ്ടാവും, നോർമലാണ്. പക്ഷേ ഈ ഒരു ഓവുലേഷൻ്റെ ടൈമിൽ മുട്ടയുടെ വെള്ള പോലെ അങ്ങനെ ഒരു സ്റ്റിക്കി ആയിട്ട് ക്ലിയർ ആയിട്ട് മുട്ടയുടെ വെള്ള പോലെ വരുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ചിലർക്ക് ഇന്ന സൈഡിൽ നിന്ന് പെയിന്, കാരണം ഓരോ മാസവും മാറിയിട്ടാണ് ഓവത്തുനിന്ന് റിലീസ് ചെയ്യുന്നത്, ഓവറിൽ നിന്ന് നമ്മൾ ഓവം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ഒരു സൈഡ് മാത്രം, വലത്തെ സൈഡോ അല്ലെങ്കിൽ ഇടത്തെ സൈഡ് ചെറിയ തോതിൽ പെയിൻ, ഇങ്ങനെ ഈ ഒരു 3 സൈൻസ് വെച്ചിട്ട് നമുക്ക് ഓവുലേഷൻ നടന്നു എന്ന് പറഞ്ഞ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് പറ്റും. അത് ഏതായാലും നല്ലൊരു കാര്യമാണ്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് ആളുകൾക്ക് അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. ഇതിനെക്കുറിച്ച് ഇപ്പോഴും അറിയാത്ത ആളുകളുണ്ട്. എങ്ങനെ പ്രോപ്പറായിട്ട് സെക്സ് ചെയ്യണം, അല്ലെങ്കിൽ എപ്പോഴാണ് കറക്റ്റ് സെക്സ് ചെയ്യേണ്ടത്. ചില ആളോട് പറയുമ്പോൾ ഞാൻ സെക്സ് ചെയ്തിട്ടുണ്ട്, ഞാൻ 10 വർഷമായിട്ട് സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരായിട്ട് സെക്സ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പ്രഗ്നൻ്റ് ആവുന്നില്ല. പക്ഷെ അവർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ സേഫ് പീരീഡുകളായിരിക്കാം, പീരീഡ്സിൻ്റെ ദിവസങ്ങളിലൊക്കെ അടുത്ത ദിവസങ്ങളായിട്ടായിരിക്കാം. അപ്പം അങ്ങനത്തെ കേസുകൾ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഇഷ്യൂസ് പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം ഏതെങ്കിലും വൈറ്റമിൻസിന്റെ കുറവൊക്കെ നമ്മൾ ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ സ്ത്രീകളിൽ ആദ്യം വരുന്നത് വൈറ്റമിൻ D ആണ്. സ്ത്രീകളിലെ എക്വാലിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഹോർമോണാണ് ആന്റി മുല്ലോണിയൻ ഹോർമോൺ എന്ന് പറയുന്ന AMH. അത് നമുക്ക് ഏത് ടൈം വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം. പീരിയഡ്സിന് ഇന്ന ഡേറ്റ് എന്ന് വേണമെന്നില്ല. അപ്പോൾ പലരും IVF ട്രൈ ചെയ്യുന്നവർക്കൊക്കെ ഈ AMH വാല്യൂ എന്നുള്ളത് വളരെ സുലഭമായിട്ടുള്ളവർക്ക് ഇക്വാലിറ്റി എത്രയുണ്ടെന്ന് കണ്ട് അറിയാനുള്ളതാണ്. PCOD ഉള്ളവർക്ക് ഇത് കുറച്ച് ഹൈ ലെവലിലും കാണിക്കും. അപ്പോൾ ഈ AMH ലെവൽ, എഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വൈറ്റമിൻ D വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻ D കുറവാണെന്നുണ്ടെങ്കിൽ എഗ് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അത് സപ്ലിമെൻ്റ് എടുക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ ലേഡീസിൽ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞ് വൈറ്റമിൻ B9 സപ്ലിമെൻറ്റ് ഓവുലേഷനെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ കൺസീവ് ആയിക്കഴിഞ്ഞാലും അത് ഫസ്റ്റ് 3 മന്തിൽ ബേബിയുടെ ഹെൽത്തിനൊക്കെ അതിൻ്റെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതിരിക്കാൻ, ബ്രെയിൻ പ്രോപ്പർലി ഡെവലപ്പ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ. അപ്പോൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ വൈറ്റമിൻ D ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് അതും എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ വൈറ്റമിൻ B9. മെയിൽസിലും ഇതേപോലെ വൈറ്റമിൻ D ലെവൽ കുറവാണ് എന്നുണ്ടെങ്കിൽ അവരുടെ സെക്ഷുവൽ ഡ്രൈവ് കുറയും, ആ ഒരു ഇൻട്രസ്റ്റ് ഇതൊക്കെ തന്നെ കുറഞ്ഞു കാണപ്പെടാറുണ്ട്, അമിതമായിട്ടുള്ള ക്ഷീണം ഇതൊക്കെ. അപ്പോൾ വൈറ്റമിൻ D അവർക്കും നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈറ്റമിൻ D കുറയുന്നതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? വൈറ്റമിൻ D കുറഞ്ഞതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എപ്പോൾ ഉറക്കം വരാതിരിക്കുന്ന അവസ്ഥ ചിലർക്ക് ഉണ്ടാവും. പലർക്കും പല രീതിയായിട്ടാണ് ഈ ഒരു വൈറ്റമിൻ ഡിയുടെ ലക്ഷണങ്ങൾ കണ്ടുവരാം. പിന്നെ അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുക, എത്ര ഉറങ്ങിയാലും ഉറങ്ങിയില്ല, മതിയാവുന്നില്ല എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവും. പിന്നെ ഭയങ്കര ബോഡി പെയിൻ ഉണ്ടാവും, ചിലർക്ക് ഭയങ്കര തലകറക്കം, ഒരു മൈൻഡ് ഒരു ഫ്രഷ് അല്ല എന്നുള്ള രീതിക്ക്, മനസ്സിനൊരു ഭയങ്കര വിഭ്രാന്തി ഉള്ള പോലെ, ചിലർക്ക് ആങ്സൈറ്റി, ഇതും വൈറ്റമിൻ ഡിയുടെ തന്നെ ലക്ഷണമാണ് മെയിനായിട്ട്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ വൈറ്റമിൻ D ഒക്കെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, AMH ടെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കപ്പിൾസ് നിർബന്ധമായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകൾ അപ്പം എന്തൊക്കെയായിരിക്കും? ഓക്കെ, പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് മെയിൽസിലാണ് എന്നുണ്ടെങ്കിൽ സെമൻ അനാലിസിസ് ഫസ്റ്റ് ചെയ്യുന്നതല്ലേ, അത് നമ്മൾ ചെയ്യാൻ പറയുന്നത് ഒരു 2 ദിവസമെങ്കിലും മിനിമം കോൺടാക്റ്റ് ഇല്ലാതെ എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ വേണം സെമൻ അനാലിസിസ് ചെയ്യേണ്ടത്. അത് എല്ലാ മാസവും അങ്ങനെ ചെയ്യരുത്. റിപ്പീറ്റ് ചെയ്യുമ്പോഴും 45 days once ആണ് നമ്മൾ സെമൻ അനാലിസിസ് റിപ്പീറ്റ് ചെയ്യാൻ പറയാം. ഇതാണ് മെയിലിൽ. എഗെയിൻ നമ്മൾ ഹോർമോൺ ടെസ്റ്റ് പറയുമ്പോൾ സീറം ടെസ്റ്റോസ്റ്റിറോൺ മെയിൽസിൽ ആദ്യം പറയും. FSH എന്ന് പറയുന്ന ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അത് മെയിൽസിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. ഒരു കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും പറയും, ഹീമോഗ്ലോബിനിൽ കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് വിത്ത് ESR, ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നുള്ളത്. പ്രൊലാക്റ്റിൻ ലെവൽ, കാരണം ചില മെയിൽസിൽ എന്താ വെച്ചാൽ ഈ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ ഹോർമോൺ കൂടുതലായിട്ടുള്ളത് കൊണ്ട് അതും സെക്ഷൽ ഫംഗ്ഷനിങ്ങിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രൊലാക്റ്റിൻ ലെവൽ, സീറം പ്രൊലാക്റ്റിൻ ചെക്ക് ചെയ്യാൻ പറയും. ഇത് മെയിൽസിൽ. ഫീമെയിൽസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പറയുന്നത് AMH എക്വാലിറ്റി ആണ്. ഒപ്പം തന്നെ LH-FSH എന്ന് പറഞ്ഞ ഹോർമോൺ. ഇത് രണ്ടും പീരീഡിൻ്റെ 2nd ഡേയിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴാണ് കറക്റ്റ് ഒരു വാല്യൂ കിട്ടുക. അവർക്കും നമ്മൾ സീറം പ്രൊലാക്റ്റിൻ പറയും. അതിൻ്റെ കൂടെ തന്നെ ഒരു നോർമൽ സ്കാനിങ് സജസ്റ്റ് ചെയ്യാറുണ്ട്. USG അബ്ഡമൻ പെൽവിസ് ചെയ്ത് കഴിഞ്ഞാൽ PCOD ഉണ്ടോ,
ഇനി അതല്ല ഇപ്പോൾ യൂട്രസിൽ എന്തെങ്കിലും കംപ്ലയിൻസോ അങ്ങനെ ജനറലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഇതാണ് ജനറലായിട്ട് ആദ്യമായിട്ട് ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ഉണ്ട് നമ്മൾ അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പോകുന്നു, ഇനി എന്തൊക്കെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതിന് കൺഫേം ചെയ്യാനായിട്ടുള്ളതാണ് ഇത്. ഇപ്പൊ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഏതാണ്? പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ടൈം ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് പലരും പറയും നമ്മളൊരു കംഫർട്ടബിൾ ടൈം ആയതിനു ശേഷമാണ്. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിൾ ടൈം മാത്രമല്ല, എഗ്ഗിന്റെ ക്വാളിറ്റി 30 ഏജ് കടക്കും തോറും അത് ചുരുങ്ങി വരും. നമ്മുടെ ഇഷ്ടത്തിന് 35-40 കഴിഞ്ഞ് ചെയ്യുക എന്നുള്ളതല്ല. അപ്രോപ്രിയേറ്റ് ടൈം എന്ന് പറയുന്നത് 22 to 30. ആ ഒരു ടൈമിൽ കുട്ടീനെ കൺസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പല കോംപ്ലിക്കേഷൻസും, അമ്മയ്ക്കുള്ള കോംപ്ലിക്കേഷൻസും കുട്ടിക്കുള്ള കോംപ്ലിക്കേഷൻസും അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എഗ് ക്വാളിറ്റിയും കുറച്ചുകൂടെ കൂടുതലായിരിക്കും ആ ഒരു ടൈമിൽ. ഏജ് ആവും തോറും എഗ്ഗിന്റെ ആ ഒരു റിസർവ്, ഓവേറിയൻ റിസർവ് എന്ന് പറയും, ഓവറിയിൽ എത്ര ഓവം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ പ്രീ ഡിറ്റർമൈൻഡ് ആണ്, അത് ഓരോ പ്രാവശ്യം കൂടുകയല്ല. ഒരു പെൺകുട്ടി ജനിച്ചു വരുമ്പോൾ തന്നെ ആ ഓവറിയിൽ എത്ര ഓവം ഉണ്ട് എന്നുള്ളത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്. അത് പീരീഡ് ആകുന്നതിന് മുന്നേ തന്നെ, ഫസ്റ്റ് മെനാർക്കെ ആകുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ ഓരോ പീരീഡിന്റെ ടൈമിലും ഓരോ ഓവം അത് ഇല്ലാതായി പോവുകയാണ്. ക്രമേണ 35 വയസ്സിന് ശേഷം നമ്മൾ മെനോപോസ് എന്ന് പറയുമല്ലോ, കംപ്ലീറ്റ് അതിൽ ഓവംസ് എല്ലാം തന്നെ ചുങ്ങി പോകുന്ന ഒരു അവസ്ഥ, എക്വാളിറ്റി എഗ്ഗേ ഇല്ല എന്നുള്ള കണ്ടീഷനിലോട്ട് പോവാം. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു 22 to 30 ആണ് കറക്റ്റ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ 30 ഏജിന് ശേഷമാണെന്നുണ്ടെങ്കിൽ വളരെ പല അപകടങ്ങളും അതിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ 30 വയസ്സിന് ശേഷമാണ് അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ അമ്മക്കും കുഞ്ഞിനും ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? 30 വയസ്സിന് ശേഷം പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കംഫർട്ടബിൾ ടൈമിലായിരിക്കും, ജോബ് എല്ലാം സെറ്റിൽ ആയതിനു ശേഷമായിരിക്കും അത് ട്രൈ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ ഇമോഷണൽ മെച്യൂരിറ്റി എല്ലാം അറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതിൽ മെയിൻ ഒരു കോംപ്ലിക്കേഷൻ വരുന്നത് ഏജ് കൂടുന്തോറും കുട്ടികളിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റി, കാരണം എഗ് ക്വാളിറ്റി കുറവായിരിക്കുമല്ലോ, അപ്പോൾ അത് ക്രോമസോമിലെ ഒരു ജെനറ്റിക് ഡിഫക്റ്റ് വരാനുള്ള സാധ്യത, ഡൗൺ സിൻഡ്രോം, നമ്മൾ ട്രിപ്പിൾ ടെസ്റ്റ്, ഡബിൾ മാർക്കർ ടെസ്റ്റ് ഒക്കെ പറയും, ഇതൊക്കെ അതിൻ്റെ റിസ്ക് കുറച്ചുകൂടി കൂടും. പിന്നെ സ്ത്രീകളിൽ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും, പ്രഗ്നൻസി ടൈമിൽ ഷുഗർ വരാനുള്ള സാധ്യത, അതേപോലെ പ്രഗ്നൻസി ടൈമിൽ തൈറോയിഡിൻ്റെ കോംപ്ലിക്കേഷൻ, പ്രീ എക്ലംഷ്യ എന്ന് പറഞ്ഞ് പ്രഗ്നൻസി ടൈമിൽ മാത്രം BP കൂടുന്ന അവസ്ഥ, ഇതൊക്കെ കുട്ടികളിലെ കുറച്ചുകൂടെ നമ്മൾ പ്രീ ടേം എന്ന് പറയും, 8 മന്തിൽ തന്നെ ഡെലിവർ ആവുക, ഇങ്ങനത്തെ ചില ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് 30+ ഫസ്റ്റ് ഡെലിവറി 30+ ആവുന്ന ടൈമിൽ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആവാൻ പാടില്ല എന്നല്ല, ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതുണ്ടെങ്കിൽ ഇപ്പം പ്രഗ്നൻസി ഹെൽത്ത് ആവാൻ, ഇപ്പോൾ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രഗ്നൻസി കുറച്ചുകൂടി സിമ്പിൾ ആവാനും കോംപ്ലിക്കേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എന്തെങ്കിലും സപ്ലിമെന്റ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നവർ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഫോളിക് ആസിഡ് സപ്ലിമെന്റ് ദിവസവും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് വൈറ്റമിൻ D ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്, എക്സസീവായിട്ട് എടുക്കരുത്, അതും റെഗുലറായിട്ട് എടുക്കുക. പിന്നെ നിങ്ങൾ ഹീമോഗ്ലോബിൻ കുറവാണെന്നും കൂടെ നോക്കണം. ലേഡീസിന് പൊതുവെ HB കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുന്ന ടൈമിൽ അതും നമ്മുടെ ഓവുലേഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഹീമോഗ്ലോബിൻ കുറവാണ് എന്നുണ്ടെങ്കിൽ അയൺ സപ്ലിമെന്റ്സും കൂടെ എടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ പ്രഗ്നൻസി ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ അയൺ സപ്ലിമെന്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യരുത്. അത് സെക്കൻഡ് ഹാഫിലാണ്, നമ്മൾ ആ ഒരു ടൈമിലാണ്, 3 മന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അയണും കാൽഷ്യം ഒക്കെ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുക. പ്രഗ്നൻസിക്ക് മുന്നേ അയൺ കുറവാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഹീമോഗ്ലോബിൻ കുറവാണെന്നുണ്ടെങ്കിൽ അയൺ സപ്ലിമെന്റ്, ഫോളിക് ആസിഡ് സപ്ലിമെന്റ്, വിറ്റാമിൻ D സപ്ലിമെന്റ് ഒക്കെ റെഗുലറായിട്ട് എടുക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ അയൺ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പം ഈ ബ്ലഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലാദ്യം വരുന്നത് പൊമിഗ്രനേറ്റ് തന്നെയാണ്. മാതള നാരങ്ങ നല്ലതാണ്, ബീട്രൂട്ട് നല്ലതാണ്, മുരിങ്ങയുടെ ഇല ഭയങ്കര അയൺ പ്ലസ് കാൽഷ്യം ആണ്. ഈവൻ ഇപ്പോൾ എല്ലാ ആളുകൾക്കും ആഫ്റ്റർ ഡെലിവറി, ഇപ്പോൾ പാല് ചുരക്കാനായിട്ടാണെങ്കിലും ഈ ഒരു മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് അവൈലബിൾ ആവുന്ന ഒന്നാണ്. ഹൈ ഫുഡ്, ഇപ്പോൾ മീറ്റോ റെഡ് മീറ്റ് തന്നെ എല്ലാവരും എടുത്ത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇത് ഏറ്റവും ഹൈ റിച്ച് ആണ് ഈ മുരിങ്ങയുടെ ഇല എന്ന് പറയുന്നത്, അത് റെഗുലർലി എടുക്കാം. പിന്നെ അതേപോലെ തന്നെ ശർക്കര ഭയങ്കര അയൺ റിച്ച് ആണ്. ശർക്കര, നിലക്കടല, ഈ ഒരു കോമ്പിനേഷൻ അയൺ റിച്ച് ആണ്. കുട്ടികളിലും ഭയങ്കര പ്രൂവൺ ആയിട്ടുള്ളതാണ്. കുട്ടികൾ സാധാരണ എൻ്റെ ഒപ്പിൽ വരുന്നവർക്ക് ഞാൻ പ്രത്യേകം പറയാറുണ്ട്, അത് എളുപ്പം അവർ കഴിക്കുകയും ചെയ്യും. ഒരു പിടി നിലക്കടല ദിവസം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പറയും. അതിനുശേഷം നമുക്ക് അവർ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് 10 ഒക്കെ ആയിരിക്കും. കുട്ടികളിൽ അങ്ങനെയാണ്, ഇപ്പോൾ അനീമിക്കാണ് പല കുട്ടികളും. അത് 12 ഒക്കെ ആയിട്ട് നോർമൽ വാല്യൂസിൽ കണ്ടുവരാറുണ്ട്. അത് വളരെ നല്ലതാണ്. റെഡ് മീറ്റ് നല്ലതാണ് ഇത് കൂട്ടാനായിട്ട്. അതിലും തന്നെ നമ്മൾ ലിവറൊക്കെയാണ്, ഗോട്ടിൻ്റെ ആണെങ്കിലും അതിൻ്റെ ലിവറൊക്കെയാണ് വളരെ എഫക്റ്റീവായിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയുന്ന ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ? നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയുന്നത് ഇലക്കറികളും
ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് തന്നെയാണ് നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കണം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് പാലും മുട്ടയും അത് മസ്റ്റാണ്, കാരണം കാൽഷ്യം അധികം വേണം ഇനിയുള്ള കൺസീവിങ് ആവുന്ന ടൈമിൽ. പിന്നെ അയൺ റിച്ച് ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. ഈ ഫോളേറ്റ്, നമ്മൾ ഫോളിക് ആസിഡ് പറഞ്ഞല്ലോ, ഈ ഫോളേറ്റ് കണ്ടന്റ് കൂടുതലായിട്ടുള്ളത് ഇലക്കറികളിലും ചീരകളിലൊക്കെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അത് കൂടുതലായിട്ടും പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവർ എടുക്കണം എന്ന് പറയുന്നത്. പിന്നെ മുട്ടയിൽ ഈ കോഎൻസൈം Q10 ഉണ്ട്, എഗ് ക്വാളിറ്റി ഇംപ്രൂവൈസ് ചെയ്യാനായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഈ എഗ് വൈറ്റും അതേപോലെ എഗ്ഗിന്റെ മഞ്ഞക്കരു എന്ന് പറയുന്നത്. മില്ലറ്റ്സും എഗ് ക്വാളിറ്റി ഇംപ്രൂവൈസ് ചെയ്യാൻ നല്ലതാണ്, കാരണം അതിലും ഈ കോഎൻസൈം Q10 ഉള്ളതുകൊണ്ട് അതൊരു സപ്ലിമെന്റ് ആയിട്ട് തന്നെ പലരും കൊടുക്കാറുണ്ട്. AMH കൂട്ടാൻ അങ്ങനെ ഇതായിട്ട് കോഎൻസൈം Q10 സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കാറുണ്ട്. ബട്ട് അതിന് പകരം നമുക്ക് ഫുഡിന്റെ ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തിയാൽ തന്നെ മതി. മില്ലറ്റ്സ് വളരെ എഫക്റ്റീവ് ആണ്. അതേപോലെ ഗ്രീൻ ലീവ്സ്, ഇലക്കറികൾ, ചീരക്കറികൾ, omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും എഫക്റ്റീവ് ആണ്. അപ്പം ഈ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ നിങ്ങൾ ഒരിക്കലും ഈ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ഭക്ഷണമാണ്? ഒരിക്കലും അങ്ങനെ കഴിക്കരുത് എന്ന് പറയാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഭക്ഷണമില്ല. നമ്മൾ ഫാസ്റ്റ് ഫുഡാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കാം. പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ പരമാവധി ഫാസ്റ്റ് ഫുഡ്, അജിനോമോട്ടോ അധികം അടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ, അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അത് പരമാവധി അവോയ്ഡ് ചെയ്യുക. ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡുകളും അങ്ങനത്തെ സ്നാക്സ്, എണ്ണക്കടികൾ പരമാവധി ശീലിച്ചവരായിരിക്കും നമ്മളിൽ പലരും. അപ്പോൾ എണ്ണക്കടികൾ പരമാവധി അത് കുറയ്ക്കാം, കാരണം ഇത് അഗെയിൻ ട്രാൻസ് ഫാറ്റിന്റെ ഡെപ്പോസിഷൻ അതൊക്കെ കൂടും. അപ്പോൾ അതും ഹോർമോൺ ഇംബാലൻസിന് ഒരു കാരണമാവും. അതുകൊണ്ട് തന്നെ അത് കൂടുതലായിട്ടും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും എപ്പോഴാണ് ഒരു ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു ഡോക്ടറെ കാണേണ്ട ആവശ്യം വരുന്നത്? ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഒരു വർഷകാലം ഹസ്ബൻഡ് വൈഫ് ഒരു കപ്പിള് കുട്ടിക്ക് ട്രൈ ചെയ്തിട്ട് അതിൽ നോട്ടീസ് ചെയ്യേണ്ട കാര്യം അതാണ്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് 2 വർഷം ആയിട്ടുണ്ടാവാം, ഹസ്ബൻഡ് ദുബായിലോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലായിരിക്കാം, വൈഫ് നാട്ടിലോ ആയിരിക്കാം. ഇതിനെ നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർ വരുമ്പോൾ 3 months വൺസ് ഒരിക്കലോ 2 പ്രാവശ്യം ആയിരിക്കും കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. 1 കൊല്ലം കംപ്ലീറ്റ് ആയിട്ട് ഹസ്ബൻഡ് വൈഫ് ഒരുമിച്ചിരുന്ന് കുട്ടിക്ക് ട്രൈ ചെയ്ത് കുട്ടി ആയില്ല എന്നുണ്ടെങ്കിൽ, ഇത് 30 വയസ്സിന് താഴെയുള്ള ഒരു ലേഡീസിനാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമ്മളൊരു ഡോക്ടറിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, 1 year ട്രൈ ചെയ്തു, ഇത്രയും അറ്റംപ്റ്റ് ചെയ്തിട്ടും കുട്ടി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ഇൻവെസ്റ്റിഗേഷനിലോട്ട് പോകണം. ഇനി 35 കഴിഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വെയിറ്റ് ചെയ്യാനില്ല. അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 6 മാസം, അതിൻ്റെ ആ ഒരു ഡെഫിനേഷൻ തന്നെ അങ്ങനെയാണ്, 6 മാസം ട്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒരുമിച്ച് ട്രൈ ചെയ്ത് കുട്ടിയായില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാം പോസിറ്റീവ് ആയിരിക്കും, ഒരു കുഴപ്പമില്ല, എന്നിട്ടും കൺസീവ് ആവണില്ല എന്ന് വരുന്ന ഒരു കേസ് ഉണ്ട്. അവർക്ക് എടുക്കേണ്ട ഒരു ടെസ്റ്റ് ഉണ്ട്, അങ്ങനെ ഉണ്ട്. എല്ലാം പോസിറ്റീവ് ആയിരിക്കും എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇൻ ദ സെൻസ് PCOD ഇല്ല, ഓവുലേഷൻ കറക്റ്റ് നടക്കുന്നു, ഫോളിക്കുലർ സ്റ്റഡി നോർമൽ, അണ്ടം കറക്റ്റ് വരുന്നു, ഹസ്ബൻഡിന് സെമൻ ക്വാളിറ്റി കുഴപ്പമില്ല, കൗണ്ട് എല്ലാം നോർമൽ. എന്താ ചെയ്യാൻ എന്നാൽ അവർ കോൺടാക്റ്റും ചെയ്യുന്നുണ്ട്, വജൈനിസ്മസ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇതിലടുത്ത ഒരു അപാകതയായിട്ട് വരുന്ന ടോർച്ച് പാനൽ സ്റ്റഡി എന്ന് പറയും. ടോക്സോപ്ലാസ്മ, റുബെല്ല, പണ്ട് മുന്നേ വന്നിരുന്ന വൈറസ് നമ്മുടെ ശരീരത്തിനുണ്ടായിട്ട് അത് ബ്ലോക്കേജ് ആയിട്ട് മാറും. സീരിയസ്ലി, ഞാനിപ്പോൾ പറഞ്ഞ 45 വയസ്സുള്ള ലേഡി ഉണ്ടല്ലോ, അവർക്കുണ്ടായിരുന്നത് ഈ ടോർച്ച് പോസിറ്റീവ് ആണ്, സിംഗിൾ ജീൻ ഡിസോർഡർ. ഇത് വരുന്ന കുട്ടീനൊക്കെ കൺസീവ് ആവാണ്ട് ഇങ്ങനെ ഇതെടുക്കും. ആ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണ്, നല്ല റിസൾട്ട് ഉള്ളതാണ് നമുക്ക്, അതിൽ അവർക്ക് ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഡോക്ടർ ഇപ്പോൾ IVF-ന്റെ മുമ്പ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ശരിക്കും ഈ IVF എന്നുള്ളതാണോ ഇൻഫെർട്ടിലിറ്റിന്റെ അവസാനത്തെ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. IVF എന്ന് പറയുന്നത് നമുക്ക് പല കേസസിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും, പക്ഷെ അത് ആണ് നമ്മുടെ ഡിസിഷൻ എന്ന് പറഞ്ഞു പോകരുത്. കാരണം പലരും IVF ഫെയിലിയർ ആയവരുണ്ട്, IUI ചെയ്തിട്ട് ഫെയിലിയർ ആയവരുണ്ട്. അപ്പോൾ ഇതിൽ IVF-ന് മുന്നേ നമുക്കിപ്പോൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ നോക്കിക്കഴിഞ്ഞു, ടെസ്റ്റുകളൊക്കെ നോർമലാണ്, ഇനി എന്താ ചെയ്യാന്നറിയില്ല, എല്ലാം നോർമലാണ്, ഇനിയിപ്പോൾ IVF ഉള്ളൂ എന്ന് വിചാരിക്കണം. നിങ്ങൾ IVF ചെയ്യുന്നതിന് മുന്നേ ഒരു ടെസ്റ്റ് എടുക്കേണ്ട നിർബന്ധമാണ്. ടോർച്ച് പാനൽ സ്റ്റഡി എന്ന് പറയും. മുന്നേ നമ്മുടെ ശരീരത്തിൽ റുബെല്ല വൈറസ്, ഇപ്പോൾ മംസ്, റുബെല്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ റുബെല്ല വൈറസ്, സൈറ്റോമെഗാലോ വൈറസ്, ഇങ്ങനെ എന്തെങ്കിലും വൈറസ് ചെറുപ്പത്തിലോ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവാം. അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് അതിൻ്റെ ആന്റിബോഡി ഇങ്ങനെ തന്നെ ശരീരത്തിൽ നിൽക്കും. ഇത് കൺസീവിങ് ആക്കാതെ അതിന് ബലം പിടിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോൾ ഫ്രീക്വന്റ് മിസ്കാരേജ് ആവും. ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് അബോർഷൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് എടുക്കണം. ഇതിന്റെ കൂടെ നമ്മൾ അപ്ല പ്രൊഫൈൽ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റും എടുക്കാൻ പറയും. അതായത് രക്തം കട്ട പിടിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടാവും ചിലർക്ക്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് കൺസീവിങ് പോസിറ്റീവ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് IVF അല്ല പെർമനന്റ് സൊല്യൂഷൻ, അതിന് മുന്നേ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ്. അത് എടുത്തു നോക്കിയിട്ട് IVF ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഘട്ടമാണ്. അതായത് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിലൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഒരു റിസൾട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുക. എസ്പെഷ്യലി 40+ ഏജിൽ ഇനി റിസ്ക് എടുക്കാനില്ല
എന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ IVF പറയാറ് യൂഷ്വലി. ഇപ്പം ഇത്തരം കേസുകളിൽ പ്രശ്നങ്ങളൊന്നും അല്ല എന്നുണ്ടെങ്കിലും ഇപ്പം മെയിനായിട്ട് ഫെർട്ടിലിറ്റിന്റെ കാര്യത്തിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് എഗ് ഫ്രീസിങ്, രണ്ടാമത്തെ സറോഗസി, അത് വാടക ഗർഭപാത്രം വരുന്ന കാര്യങ്ങൾ. ഈ എഗ് ഫ്രീസിങ് ചെയ്യുന്നത് നല്ലതാണോ? അതിന്റെ ബെനിഫിറ്റ് എന്താണ്? എഗ് ഫ്രീസിങ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ലേഡീസ് ഇപ്പോൾ വർക്കിംഗ് ആണ്, വർക്ക് കളിക്കണം, കരിയറിൽ സെറ്റിൽ ആവണം എന്നുള്ള പ്ലാനിലുള്ളവർ. അപ്പോൾ ഇപ്പോൾ പ്രീ മെനോപോസ് എന്നൊരു സംഭവം ഉണ്ട്. അത് അർത്ഥവിരാമം എന്ന് പറയുന്നത് 35കളിലും 34ലും തന്നെ എക്വാലിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ വർക്ക് ചെയ്തൊന്ന് സെറ്റിലായിട്ട് കുട്ടിയൊക്കെ മതി, മാരിഡ് ആയിരിക്കാം, കുട്ടി മതി എന്ന് വിചാരിക്കുന്നവർ, അവർ ചിലപ്പോൾ എല്ലാം സെറ്റിലായിട്ട് കുട്ടിക്ക് ട്രൈ ചെയ്യുന്ന ടൈമിൽ കുട്ടി ആവണമെന്നില്ല. അതുകൊണ്ട് ഇവർക്ക് എഗ് ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നമ്മുടെ ഓവറിൽ നിന്ന് എഗ്ഗ് കളക്ട് ചെയ്തിട്ട് അത് ഒരു ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട്, പിന്നീട് എപ്പോഴാണോ നമുക്ക് കൺസീവിങ്ങിനായിട്ട് തോന്നുന്നത് നമുക്കത് IUI ആയിട്ടും ചെയ്യാം, IVF ആയിട്ടും, വാട്ട് എവർ ട്രീറ്റ്മെൻറ്റ് നമുക്കത് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ ഇപ്പോൾ ക്യാൻസർ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോവാണ്, നമ്മൾ കീമോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോവാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എഗ്ഗിൻ്റെ ക്വാളിറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ട്രീറ്റ്മെൻറ്റ് ബിഫോർ ആയിട്ട് എഗ്ഗ് ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഗുണവും കൂടെ ഈ എഗ് ഫ്രീസിങ്ങിൽ ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ സറഗസി എന്ന് പറഞ്ഞത്, ഓക്കെ, അതില് ഈ സറോഗസിയിൽ ഞാൻ എപ്പോഴും ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാനുള്ളത് നയൻതാര. അവര് കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടിൻസ് ഉണ്ടായിരുന്നു, ടിൻസ് വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സറോഗസി അല്ലെങ്കിൽ വാടക ഗർഭപാത്രം നമുക്കും ചെയ്യൽ പോസിബിൾ ആണോ? അതെ, സറഗസിക്ക് ചില റീസൺസ് ഉണ്ട്. അതായത് എന്താ വെച്ചാൽ നമുക്ക് ശരിക്കും ലേഡീസിന് പ്രസവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്, അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് എന്ന് കറക്റ്റ് ഒരു ബോധ്യപ്പെടുത്തണം. എന്നാലാണ് സറഗസി, അതായത് ഈ കുട്ടീനെ ഈ അമ്മ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഹെൽത്തിന് സാരമായിട്ട് ബാധിക്കും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ സറഗസി പോസിബിൾ. അതായത് സ്പേമും ഓവും എടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറൊരു വാടക ഗർഭപാത്രം എന്നുള്ളത് പോസിബിൾ ആണ്. ശരിക്കും ഒരു ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവണം, അത് ഉണ്ടെങ്കിലാണ് സറഗസി എന്ന് പറയുന്നത്. അതുപോലെ ഇത്രയും കാലം IVF ട്രൈ ചെയ്തിട്ടും ഫെയിലിയർ ആവുക, ഇപ്പം എഗ് ഒക്കെ ഉണ്ട് പക്ഷേ യൂട്രസിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാം, ഒരു കാരണവശാലും കൺസീവിങ് പറ്റുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനിൽ, എന്നാൽ അവരുടെ സ്വന്തം ചോരയിൽ ഒരു കുട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നയൻതാര അവരെ കണ്ടാൽ തന്നെ അറിയാം, അവർ രണ്ടുപേരും പോലെ തന്നെയാണ് കുട്ടി, അപ്പൊ ഇവരുടെ തന്നെയാണ് ബേബി, ബട്ട് അത് വളരുന്ന ആ ഒരു ഇത് മാത്രം വാടക അമ്മ വേറൊരു സ്ത്രീയുടെ ഇതിൽ പിടിപ്പിച്ച് അവരത് വളർത്തിയെന്ന് മാത്രം. സറഗസി പോസിബിൾ ആണ്, പക്ഷെ ഇങ്ങനത്തെ ചില കാരണങ്ങൾ അത് ഇഷ്യൂസ് ആയിട്ട് വന്നപ്പോഴും അത് നയൻതാര അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ടേംസും സറഗസിയുടെ എല്ലാ ടേംസും ഞാൻ ഫുൾഫിൽ ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മേ ബി അവർക്ക് എന്താ ഇഷ്യൂസ് എന്നുള്ളത് അത് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനത്തെ ചില കണ്ടീഷൻസിലാണ് സറഗസിയിലോട്ട് പോകുക. വെറുതെ പോയ ഉടനെ ഞങ്ങൾക്ക് പറ്റണില്ല, എനിക്ക് വേറൊരു മദർ തന്നെ വേണം എന്ന് പറയുന്നതല്ല. ഇങ്ങനെ ചില ഹെൽത്ത് ഇഷ്യൂസ് നമ്മൾ അത് ബോധിപ്പിക്കണം ഉണ്ട് എന്നുള്ള സിറ്റുവേഷൻ. ഇപ്പൊ നയൻതാരക്കൊക്കെ ഇരട്ട കുട്ടികളാണല്ലോ, അതുപോലെ നമുക്ക് ഇരട്ട കുട്ടികൾ ഉണ്ടാവാനുള്ള എന്തെങ്കിലും ടെക്നിക്കുകൾ ഉണ്ടോ? സറഗസി പൊതുവെ IVF ചെയ്യുന്നവർക്കൊക്കെ ഇങ്ങനെ നോർമലി ഇരട്ട കുട്ടികളാകുന്നതിനേക്കാൾ കുറച്ചുകൂടി ചാൻസ് കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ ഇവര് ഒരു എംബ്രിയോ അല്ല ഇംപ്ലാന്റ് ചെയ്യുന്നത്. കാരണം ഒന്ന് ആകുമ്പോൾ ചിലപ്പോൾ ഇനിയൊരെണ്ണം ഫെയിലിയർ ആവാം, മൾട്ടിപ്പിൾ എംബ്രിയോസ്, ചില സമയം 1-2 എംബ്രിയോസ് വെക്കും, അതിലൊന്ന് ചിലപ്പോൾ അങ്ങനെ ഡീഗ്രേഡ് ആയി പോകും, ഒന്ന് അതങ്ങനെ നിലനിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിൽ ട്വിൻസിൽ 2 തരം ട്വിൻസ് ഉണ്ടല്ലോ, ഐഡന്റിക്കലും ഫ്രറ്റേണൽ എന്ന് പറയും, ഒരേപോലെ ഒരേ ഇതിലുള്ളത്. എന്നാൽ ഈ IVF വഴി ഉണ്ടാവുന്നതും അല്ലെങ്കിൽ സറഗസി വഴിയുള്ളതൊക്കെ ട്വിൻ ബേബീസ് നോക്കുകയാണെങ്കിൽ വ്യത്യാസം ഏട്ടൻ അനിയന്മാരെ പോലെ ആയിരിക്കും അവർ കാണുമ്പോൾ. അങ്ങനത്തെ ട്വിൻസ് ആണ്. അതാ ഞാൻ പറഞ്ഞു, മൾട്ടിപ്പിൾ ആയിട്ട് ഒരേ ഇതിൽ തന്നെ ആ ഒരു എംബ്രിയോസ് 2 എണ്ണം അങ്ങനെ ഇംപ്ലാന്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ചില IVFസിൽ നോക്കുമ്പോൾ അധികം സെലക്റ്റീവായിട്ട് അധികം ആളുകൾക്ക് നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മെയിൽ ബേബി വേണമെന്നുള്ളവർക്ക് മെയിൽ, അങ്ങനെ പ്രിസൈസ് ആയിട്ടൊക്കെ ഇപ്പൊ അത്രയും ടെക്നോളജി ഡെവലപ്പ് ആയിട്ടുണ്ട്. ബിക്കോസ് എക്സ് ക്രോമസോം അങ്ങനെ അത് പുറത്തെടുത്ത് ചെയ്യുമ്പോൾ അത് പോസിബിൾ ആണ്. ഇപ്പം ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം രണ്ടാമതൊരു കുട്ടിക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും പല ആളുകൾക്കും നടക്കാറില്ല, അവിടെയും ഇൻഫെർട്ടിലിറ്റി തന്നെയാണോ കാരണം വരുന്നത്? അതെ, സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. അതും ഒരുപാട് ആളുകൾ അങ്ങനെ വരാറുണ്ട്. കാരണം ഒരു ആദ്യത്തെ കുട്ടിയായി 7-8 വർഷമായി ട്രൈ ചെയ്യുന്നുണ്ട് എഗെയിൻ, പക്ഷെ പോസിബിൾ ആവുന്നില്ല എന്ന് പറയും. പക്ഷെ അവർ ഒരു ടെസ്റ്റും എടുക്കാൻ മുതിരില്ല. കാരണം എന്താന്ന് വെച്ചാൽ നോർമലി ആദ്യം കൺസീവ് ആയതുള്ളൂ, എനിക്കൊരു കുഴപ്പമില്ലാത്തതുകൊണ്ടാണല്ലോ കൺസീവ് ആയത് എന്ന് വെച്ചാൽ അവർ ടെസ്റ്റുകൾ എടുക്കില്ല. അവിടെയും ചില സമയങ്ങളിൽ സ്ത്രീകൾ മാത്രമേ പീരിയഡ് റെഗുലാരിറ്റി വല്ലതുണ്ടോ അത് മാത്രം ഇങ്ങനെ ചെക്ക് ചെയ്തു പോകും. ചിലപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ട് സ്പേം ക്വാളിറ്റിയിലും സ്പേമിൻ്റെ ജോബ് സ്ട്രെസ് ഒക്കെ കാരണം സ്പേമിൻ്റെ ആ ഒരു മോട്ടിലിറ്റിയിലും ഒക്കെ തന്നെ ജെൻസിലും വ്യത്യാസം വന്നിട്ടുണ്ടാവാം ആ 7 ഇയേഴ്സിൽ. അത് അവർ ടെസ്റ്റ് ചെയ്യില്ല. വൺസ് അത് ടെസ്റ്റ് ചെയ്ത് അതിന് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്ത് തരുമ്പോൾ അത് റിസോൾവ് ചെയ്യാൻ എളുപ്പമാണ്. മറ്റ് കേസസിനേക്കാളും സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി
കിട്ടാൻ കുറച്ചുകൂടി സക്സസ് റേറ്റ് വളരെയധികം കൂടുതലാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെന്റ് വെച്ചിട്ട്. ഓക്കെ, ഇപ്പം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതായത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സിമ്പിൾ ഡയറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഡയറ്റ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് വൈറ്റമിൻ ഇ അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ. അപ്പം നട്ട്സ്, സീഡ്സ്, ഇലക്കറികൾ, ഫോളേറ്റ് കണ്ടന്റ് അധികം അടങ്ങിയിട്ടുള്ളത്, ചെറു മത്സ്യങ്ങൾ കൂടുതലായിട്ടും, പ്രോട്ടീൻ, ലീൻ പ്രോട്ടീൻ കൂടുതലായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ. നട്ട്സ് എല്ലാം വളരെ ഹെൽത്തിയാണ്. സോ നട്ട്സ് എല്ലാം തന്നെ എടുക്കാം. ഒരു മിതമായിട്ടുള്ള എമൗണ്ടിൽ നമുക്ക് നട്ട്സ് എടുക്കാവുന്നതാണ്. ബദാം, അതേപോലെ തന്നെ വാൾനട്ട് വളരെ ഇഫക്റ്റീവാണ്. പിന്നെ അത്തിപ്പഴം, അതും വളരെ റിസൾട്ട് നൽകുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ സീഡ്സിൻ്റെ ഒരു കോമ്പിനേഷൻ, നട്ട്സ് ആൻഡ് സീഡ്സ് പ്ലസ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ഫോളേറ്റ് കണ്ടന്റ് അധികം അടങ്ങിയിട്ടുള്ളതും, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മുട്ട, ചെറുമത്സ്യം, ലീൻ പ്രോട്ടീൻ ആയിട്ടുള്ള ചിക്കൻ, ഇത് ആണ് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നവർ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ പ്രഗ്നൻസി എന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു പ്രഗ്നൻസിൻ്റെ ഡയറ്റ് നിങ്ങൾക്ക് DM വരുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഡോക്ടറെ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അതിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അത്യാവശ്യം പ്രഗ്നൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അത്യാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളും ഇൻഫെർട്ടിലിറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഏകദേശം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ അടുത്തതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കാൻ പിന്നെ ചെയ്യുന്ന ടോപ്പിക്ക് ഒരു സെക്കൻഡ് എപ്പിസോഡായിട്ട് വരുന്നത് പ്രഗ്നൻ്റ് ആയ ലേഡീസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന് വിഷയത്തെക്കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഡോക്ടറുടെ ഓൺലൈനും ഓഫ്ലൈനായിട്ട് കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന ലിങ്കിൽ, വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്ന് തരുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.